തിരുവഴുത്തിലേക്ക് ശ്രദ്ധയെ ഞാൻ ശാന്തമായിട്ട് ഇന്ന് രാത്രി ക്ഷണിക്കുന്നു. ഈ പ്രസംഗശാസ്ത്രം സംബന്ധിച്ച് ചില നിയമങ്ങളുണ്ട്. അതെല്ലാം തെറ്റിച്ചാണ് ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്. ഹോമിലറ്റിക്കൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയും, ടെക്സ്ച്വൽ സെർമൺ, എക്സജീറ്റിക്കൽ സെർമൺ എന്നൊക്കെ വിളിക്കുന്ന കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. കഴിവതും പറയാതിരിക്കണം ടോപ്പിക്കൽ സെർമൺ എന്നാണ് നിയമം. ഒരു വിഷയം പല ഭാഗത്തുനിന്ന് വാക്യങ്ങളെ ഇങ്ങനെ വാരിയെടുത്തിട്ട് പറയുന്ന രീതിയേക്കാൾ നല്ലത് ഒരു വചനം നന്നായിട്ട് വ്യാഖ്യാനിക്കുകയാണ് എന്നതാണ് പൊതുവേ ഉള്ള അഭിപ്രായം. അത് നല്ലതുമാണ്, നമുക്കും അത് പാലിക്കാം, എല്ലാവർക്കും അത് പാലിക്കാം. അതിനാണ് കുറച്ചുകൂടെ സ്വീകാര്യതയുള്ളത്. ഇന്ന് പക്ഷേ എനിക്ക് സ്വല്പം വ്യത്യസ്തമായിട്ട് നിയോഗം ഉള്ളതുകൊണ്ട് അതാണ് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്. ഒരുമാതിരി ടോപ്പിക്കൽ സെർമണാണ്. അതുകൊണ്ട് ഒരു പ്രത്യേക ടെക്സ്റ്റ് എനിക്കില്ല. ഏതാ കുറിവാക്യമെന്നും പറഞ്ഞ് ഒരു വാക്യം ഇല്ലാത്തത് വിരോധമില്ലല്ലോ, ക്ഷമിക്കണം നിങ്ങൾ. അങ്ങനെ ഒരു കർത്താവദാസൻ ജോർജ് ജോസഫ് പാസ്റ്ററെ ഞാൻ പ്രത്യേകിച്ച് അഭിവാദനം ചെയ്യുന്നു, നമ്മുടെ ഗ്രേറ്റ് സീനിയർ മിനിസ്റ്റർ. അതുകൊണ്ട് 3-4 വാക്യങ്ങൾ ആരാ വായിക്കുക തുടക്കത്തിൽ? ഓക്കെ, ഞാനങ്ങ് പറയും, മക്കളെ ഓരോ വാക്യങ്ങളങ്ങ് വായിച്ചോ കേട്ടോ. പെട്ടെന്ന് വായിച്ചു എല്ലാവരും ശ്രദ്ധിക്കണം. ഓരോ വാക്യവും വായിച്ച് വ്യാഖ്യാനിക്കാൻ നമുക്ക് സമയമെടുക്കാനില്ല. അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ടൊരു 3-4 വാക്യം വായിച്ചിട്ട് അല്പം ഞാൻ സംസാരിക്കും. ഓൾ റൈറ്റ്, ടു ബിഗിൻ വിത്ത് ഹബക്കുക്ക് 3-ാം അധ്യായം 2-ാം വാക്യമാണ് ആദ്യം വായിക്കേണ്ടത്. ഹബക്കുക്ക് 3:2 വായിച്ചാൽ. യഹോവേ, ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ഓൾറൈറ്റ്, ആ വചനം എല്ലാവരുടെയും മനസ്സിൽ ഇന്ന് രാത്രി പതിക്കട്ടെ. ആണ്ടുകൾ കഴിയും മുൻപ് നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ഓൾറൈറ്റ്, സങ്കീർത്തനം 80 18-19 വായിച്ചാൽ. 80-ാം സങ്കീർത്തനം 18-19 വാക്യം. എന്നാൽ ഞങ്ങൾ നിന്നെ വിട്ട് പിന്മാറുകയില്ല, ഞങ്ങളെ ജീവിപ്പിക്കണമേ. എന്നാൽ ഞങ്ങൾ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങൾ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ഓൾറൈറ്റ്, 85-ന്റെ 6-ാമത്തെ വാക്യം ദയവായിട്ട് വായിക്കാമോ? നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ? യെസ്, വിലാപങ്ങൾ 5-ാം അധ്യായം 21-ാം വചനം. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തണമേ. ശരി, ഹോശയ 6:2 വായിച്ച ഇപ്പം നമ്മൾ നിർത്തുക. ഹോശയ 6-ാം അധ്യായം 2-ാം വാക്യം. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. ഓൾറൈറ്റ്, ഈ വാക്യങ്ങൾ നമ്മുടെ മനസ്സിലിരിക്കട്ടെ. എല്ലാം ഒന്നും ഓർക്കാൻ പറ്റത്തില്ല എങ്കിലും ഞാൻ ഇത്രയും വാക്യങ്ങൾ വായിപ്പിച്ചപ്പോൾ ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിക്കാണും അല്ലേ? എൻ്റെ വിഷയത്തെക്കുറിച്ചുള്ള ഏതാണ്ട് ഒരു ധാരണ നിങ്ങളുടെ ആയെങ്കിൽ ഈ ഘട്ടത്തിൽ ഞാൻ വിജയിച്ചു. കർത്താവ് എന്നോട് അടുത്തിടയ്ക്ക് സംസാരിക്കുന്നൊരു വിഷയമാണ് എനിക്കിന്ന് സംസാരിക്കാൻ നിയോഗം. അത് ഉണർവ് എന്ന വിഷയമാണ്. കർത്താവിൻ്റെ സഭയ്ക്ക് അനിവാര്യമായ ഉണർവ്. എനിക്ക് നിങ്ങളുടെ കാര്യം അറിയത്തില്ല, പക്ഷെ അസംസകൂടുകാരനായ ഞാൻ കേരളത്തിൽ AG വന്നിട്ട് 1 നൂറ്റാണ്ട് പണ്ടേ കഴിഞ്ഞായിരുന്നല്ലോ. ആ കോണ്ടക്സ്റ്റിൽ 5-ാം തലമുറയുടെ ഈ പശ്ചാത്തലത്തിൽ AGയിലെ ഒരു സീനിയർ പാസ്റ്റർ, മരിച്ചുപോയ പാസ്റ്റർ KM ജോസഫിൻ്റെ മകനായ AG പാഴ്സനേജിൽ ജനിച്ച കോണ്ടക്സ്റ്റിൽ കർത്താവിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നു, ദൈവസഭ അടിയന്തരമായി ഉണർന്നേ മതിയാകുകയുള്ളൂ. കാര്യമൊട്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട് ഇന്ന് രാത്രി തിരുസഭയ്ക്ക് ഒരു മടങ്ങി വരവ് അനിവാര്യമാണ്. ഒരു ഉണർവ് അടിസ്ഥാനപരമായ യാഥാർത്ഥ്യമാണ്. ഞാൻ ഉണർവ് നോക്കുമ്പോൾ മലയാളം ബൈബിൾ നമുക്ക് ഉണർവെന്ന് ഈ വാക്യത്തെ ഒരിടത്തും നിങ്ങൾ വായിച്ചില്ല. ഇപ്പോൾ വായിച്ച വാക്യങ്ങളില്ലേ, അവിടെ ഒന്നും ഉണർവ് എന്ന മലയാളമില്ല. പക്ഷെ ഉണർവ് എന്ന മലയാളത്തിൻ്റെ ഇംഗ്ലീഷ് റിവൈവൽ എല്ലാ സ്ഥലത്തുമുണ്ട്. എല്ലായിടത്തും റിവൈവ് എന്ന വാക്കിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട കോണ്ടക്സ്റ്റാണ് നിങ്ങൾ വായിച്ചത്. അതുകൊണ്ട് ആ വാക്കിനെ കുറിച്ചുള്ള ഭാഷാപരമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നടത്തിയിട്ട് വേണം എനിക്ക് മുന്നോട്ട് പോകാൻ. എന്താണ് ഉണർവ്?
എന്താ ഉണർവ് നമ്മുടെ വീക്ഷണത്തിൽ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ പെന്തക്കോസ് പിറവി ഉള്ള ആളായതുകൊണ്ട് നിങ്ങൾക്ക് മിക്കവർക്കും അറിയാവുന്ന പോലെയോ അതിനേക്കാൾ കൂടുതൽ ഉണർവുകൾക്ക് ഞാൻ സാക്ഷിയായിട്ടുണ്ട്. ഗ്രാമങ്ങളിലെ ഉണർവ്, ഞങ്ങളുടെ മലബാറിലെ കോഴിക്കോട് ജില്ലയിലെ ഏജിയുടെ കൊച്ചു കൊച്ചു ഹോളുകൾക്കകത്ത് ഉള്ള ഉണർവിൻ്റെ ഭാഗമായിട്ട് കൊച്ചുനാൾ മുതൽ ഞാൻ മാറിയിട്ടുണ്ട്. കുന്നുംപുറത്തുള്ള അസംസ് ഗോഡിൻ്റെ ഓലമേഞ്ഞ കൊച്ചു ഹോളുകൾ, അതുപോലെ പുല്ലുമേഞ്ഞ ഹോളുകൾ, ഇവിടെയൊക്കെ ഊഹിക്കാൻ പോലും മേല അമ്മാതിരി സൃഷ്ടിപ്പുകൾ. അങ്ങനെ പരിമിതമായ വെയിലത്ത് സൂര്യരശ്മികളകത്ത് സുന്ദരമായി നൃത്തം ചവിട്ടുന്ന പെരുമഴയത്ത് അവിടെ ഇവിടെയും പാത്രങ്ങൾ വെക്കേണ്ടി വരുന്ന ഗതികേടുള്ള ഒരുപാട് ചർച്ചിനകത്തും പാച്ചനകത്തും ഞാൻ പാർത്തിട്ടുണ്ട് എൻ്റെ അപ്പനോടൊപ്പം. ആ പഴയ ഓർമ്മകൾ ഇന്ന് രാത്രി എന്നോട് പറയുന്നത്, ഈ പറഞ്ഞ പരിമിതി എല്ലാം ഉണ്ടായിരുന്നെങ്കിലും അവിടെയെല്ലാം ദൈവശക്തിയുടെ അവരോഹണമുണ്ടായിരുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ഇറങ്ങി വരവുണ്ടായിരുന്നു, ഷെക്കൈന മഹത്വത്തിൻ്റെ ഒരു ആ മൂടപ്പ് ഉണ്ടായിരുന്നു, ദൈവകൃപയുടെ പകർച്ച ഉണ്ടായിരുന്നു, ആത്മനിറവിൻ്റെ വ്യാപനമുണ്ടായിരുന്നു, അന്യഭാഷയുടെ ജ്വലനം ഉണ്ടായിരുന്നു, നൃത്ത ചവിട്ടുകൾ ഉണ്ടായിരുന്നു, അഭിഷേകത്തിൻ്റെ തുടിപ്പുണ്ടായിരുന്നു, ശരീരത്തിന് ചലനാത്മകത ഉണ്ടായിരുന്നു, രോഗസൗഖ്യം ഉണ്ടായിരുന്നു, ഭൂതങ്ങൾ അലറി ഓടാറുണ്ടായിരുന്നു. ആ കാലത്തിന്റെ ഓർമ്മകൾ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൈവസഭയോട് ശക്തമായി വിളിച്ചു പറയുന്നു. 2024 ദൂതാണ്. ദൈവസഭ മടങ്ങി വരണം, ദൈവസഭ ജീവിക്കണം, ദൈവസഭ ഒന്ന് തിരിച്ചു പിടിക്കണം, ദൈവസഭ ആത്മാവിൽ ജ്വലിക്കണം. ആലസ്യം മാറി, മാന്യം മാറി, വിദ്വേഷം മാറി, അകൽച്ച മാറി, ഡിവിഷൻ മാറി, ദൈവസഭ അടിയന്തരമായി കൃപയിലേക്ക് ഇന്ന് രാത്രി മടങ്ങി വന്നേ മതിയാകുള്ളൂ. കാര്യമൂർത്തി എല്ലാവരും ശക്തമായി ദൈവത്തെ സ്തുതിക്കട്ടെ. ഈ ഡിസംബർ അവധി ആയതുകൊണ്ട് ഞാൻ കുറേ യോഗങ്ങൾക്ക് പോയിക്കൊണ്ടിരിക്കുക, മിക്കവാറും എല്ലാ ദിവസവും. എനിക്ക് മാത്രമേ ഇന്ന് രാത്രി ക്ഷീണമുള്ളൂ, നിങ്ങൾക്ക് ആർക്കും ക്ഷീണമില്ലാത്തതുകൊണ്ട് എല്ലാവരും ശക്തമായി ദൈവത്തെ ആരാധിക്കണം. ആമേൻ. പക്ഷെ എനിക്ക് പറയണം, റിവൈവൽ എന്ന വാക്കിൻ്റെ ഒറിജിനൽ ഹീബ്രു നമ്മളിപ്പോൾ വായിച്ചതല്ല, ഓൾഡ് ടെസ്റ്റമെൻ്റ് ഭാഗമായിട്ടല്ലേ. ഒറിജിനൽ ഹീബ്രുവിൻ്റെ ശരിയായ വിവക്ഷയിൽ ഉണർവ് ഒച്ചപ്പാടല്ല, ഉണർവ് ആഘോഷം അല്ല, ഉണർവ് ആൾക്കൂട്ടം അല്ല, ഉണർവ് ആരവാരം അല്ല, ഉണർവ് കയ്യടി അല്ല, ഉണർവ് മറുഭാഷയല്ല. ഓൾറൈറ്റ്. അപ്പൊ ഇന്ന് രാത്രി രണ്ടും കൂടെ ചേർത്താ ഞാൻ പറയും, ഞാൻ ശരാശരി ഉണർന്ന് നിൽക്കുക. അതുകൊണ്ട് ഇന്ന് രാത്രി പറയുന്നു, അന്യഭാഷയില്ലാത്ത, ആത്മനിറവില്ലാത്ത, ശരീരത്തെ ജനാത്മകത ഇല്ലാത്ത, കൈകാൽ ഇളക്കൽ ഇല്ലാത്ത, അതരത്തിൻ്റെ തുറക്കൽ ഇല്ലാത്ത, നാവിന് ചലനം ഇല്ലാത്ത, ശബ്ദം ഉയരാത്ത ഒരാത്മീയത എനിക്കിഷ്ടമല്ല. അതാര് പറഞ്ഞാലും വേണ്ടില്ല, ഏത് നവ തിയോളജൻ പറഞ്ഞാലും ഞാൻ സമ്മതിക്കത്തില്ല. ഞാനും സ്വല്പം തിയോളജി പഠിച്ച ആളാണ്. അവിടെ ഇന്ന് രാത്രി പറയുന്നു, ദൈവമക്കൾക്ക് കർത്താവ് തന്ന വരദാനങ്ങളെ, നാം ആണ്ടുകളായി അനുഭവിച്ച ആത്മനിറവുകളെ അവൻ പണയം വെച്ചിട്ടുള്ള ഏർപ്പാടുകൾ നമുക്ക് വേണ്ട. പക്ഷെ എനിക്ക് തിരുത്താനായി ഇന്ന് രാത്രി താല്പര്യം, നമ്മളിപ്പോൾ പറഞ്ഞ, നിങ്ങൾ അനുഭവിച്ച, ഇന്നും കാണുന്ന ഏർപ്പാട് അല്ല തിരുവെഴുത്തിലെ ഉണർവ്. ആമേൻ. അതിനകത്ത് ശബ്ദമുണ്ടാവണമെന്നില്ല, അതിനകത്ത് കയ്യടി വേണമെന്നില്ല, അതിനകത്ത് എന്നെ പോലെ ചലിക്കണമെന്നില്ല. ഉണർവ് അതൊന്നുമല്ല എന്ന് പറഞ്ഞിട്ടാ ഞാൻ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നത്. ഈ ഒറിജിനൽ വാക്കിൻ്റെ എറ്റിമോളജിക്കൽ സ്റ്റഡി എന്ന് പറയും, പദപഠന രീതിയിൽ റിവൈവൽ എന്ന ഇംഗ്ലീഷിൻ്റെ, ഉണർവ് എന്ന മലയാളത്തിൻ്റെ ഭാഷാപരമായ എബ്രായ ഇംപ്ലിക്കേഷൻസ് 4 എണ്ണം ഉള്ളത് എല്ലാവരും ചിന്തിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് പറയാം. ദിസ് ഇസ് ഒറിജിനൽ. ഇത് പദപഠനമാണ്, ഒറിജിനൽ ഹീബ്രുവിൻ്റെ ഒരു വ്യാഖ്യാനപരതയാണ്. 1, ഉണർവ് ഉറക്കം വിട്ടെഴുന്നേൽക്കലാണ്. അതാണ് ഉണർവ്, അതാണ് ഉണർവ്. ഞാൻ വിമർശിക്കുകയല്ല. ആമേൻ. ചിലപ്പോൾ നിങ്ങളെക്കാൾ
കുറച്ചുകൂടെ ആൾക്കൂട്ടമുള്ള സഭയല്ലേ ഞങ്ങളുടേത്. എന്നിട്ട് ഏറ്റുപറയുകയാണ്, ഞങ്ങൾക്ക് അടിയന്തരമായി നാളുകളിലെ മാന്യം വിട്ട് മയക്കം വിട്ട് ഒന്ന് എഴുന്നേൽക്കേണ്ട ആവശ്യമുണ്ട്. എല്ലാവരും ദൈവമുമ്പാകെ ഇന്ന് രാത്രി സമർപ്പിക്കട്ടെ. ആമേൻ. ഉറക്കം, മയക്കം, മാന്യം, ആലസ്യം, ആലയത്തിന് അകത്ത് പോലും ആലസ്യം കണ്ടുകൊണ്ടിരിക്കുക. ദേവാലയത്തിനകത്ത് ഇമാതിരി അടിയും പിടി ഒച്ചപ്പാടും ബഹളവും കീബോർഡും ഏർപ്പാടും അവൻ അലറിപ്പാട്ടും ഞങ്ങളുടെ കീറും എല്ലാം ഉണ്ടെങ്കിലും സുഖേനെ ഉറങ്ങുന്ന ഒരുപാട് പേരെ ഇന്നലെ ഞാൻ കണ്ടിട്ട് വന്നിരിക്കുക. ആമേൻ. ഒരു തിരുത്തലായി ഞാൻ പറയുന്നു, ദൈവദാസന്മാരെ, ആ കാഴ്ച കണ്ട് ആരും ഭാരപ്പെടേണ്ട. അവർ ഉറങ്ങി ആസ്വദിക്കട്ടെ, അവർ ഉറങ്ങി സുഖമായി വിരാജിച്ച് ഇറങ്ങിപ്പോകട്ടെ. പക്ഷെ അവരെ ഉറക്കം കണ്ട് അവൻ ആ പെന്തക്കോസിന്റെ പഴക്കത്തിലെ മയക്കം കണ്ട് മയങ്ങാൻ നമുക്ക് വ്യവസ്ഥയില്ല. അകത്ത് ആത്മാവിന്റെ തുടിപ്പുള്ള, അഭിഷേകം നിറവുള്ള, കൃപ അനുഭവിക്കുന്ന, രോഗസൗഖ്യം പ്രാപിച്ച, അനുഭവത്തിന്റെ കരുത്തുള്ള, യേശു തൊട്ടു എന്ന് ഉറപ്പുള്ള, മറ്റാർക്കാനും പറയാൻ അനുഭവ തിളപ്പില്ലെങ്കിൽ കർത്താവ് എന്നെ തൊട്ടിട്ടുണ്ട്. എൻ്റെ കൊച്ചു വീട്ടിനകത്ത് യേശു ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ ശബ്ദം ഞാൻ കേട്ടതാ. എൻ്റെ കുഞ്ഞിനെ ദൈവം വിടുവിച്ചതാ. എന്നോട് കർത്താവ് സംസാരിച്ചതാ. ആമേൻ. ദൂത് ഞാൻ കേട്ടതാണെന്ന് ഉറപ്പുള്ളവരാണ് ഉറങ്ങാനാവാതെ ദൈവത്തെ ആരാധിക്കുക. കരങ്ങളെ തൊട്ടി എല്ലാവരും എവിടെപടി കരമടിച്ച് ഇന്ന് രാത്രി എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. ശക്തമായി ദൈവത്തെ ആരാധിക്കട്ടെ. നിയോഗമുള്ള, അനുഭവത്തിന്റെ കരുത്തുള്ള എല്ലാവരും ഇന്ന് രാത്രി മടിക്കാതെ ദൈവത്തെ ആരാധിക്കട്ടെ. ആത്മനിറവുള്ള എല്ലാവരും ദൈവത്തെ ആരാധിച്ചു ഇന്ന് രാത്രി. എനിക്ക് വേണ്ടിയല്ല. ഉറങ്ങാൻ നേരമില്ല, നമുക്ക് മയങ്ങാൻ സമയമില്ല. അനുഭവം നമ്മെ ജ്വലിപ്പിക്കുന്നുണ്ട്. പ്രസംഗമല്ല, പാട്ടല്ല, ലീഡർഷിപ്പല്ല, അനുഭവത്തിന്റെ ആഴമുള്ളവർക്ക് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിച്ചേ പറ്റൂ. അതിനെ അമർത്താൻ ആർക്കും പറ്റില്ല, തടയാൻ ആർക്കും പറ്റില്ല. അനുഭവത്തിന്റെ കരുത്തുള്ളവർ ദൈവത്തെ നിർബന്ധമായിട്ട് ആരാധിക്കും. ജീസസ്. ഉറക്കം വിട്ടെഴുന്നേൽക്കലാണ് റിവൈവൽ, എറ്റിമോളജിക്കലി സ്പീക്കിംഗ്. 2, എനിക്ക് കുറച്ചുകൂടെ ചിന്തനീയമായി തോന്നിയ ഒരു വ്യാഖ്യാനമാണ്, അല്ല ഒരു അർത്ഥതലമാണുള്ളത്. നിശ്ചലമായത് ചലിക്കാൻ ആരംഭിക്കുകയാണ് ഉണർവ്. ദാറ്റ് ഈസ് റിവൈവൽ. ഞാൻ പിന്നെയും ദൈവസഭകളെ കുറിച്ച് മൊത്തത്തിൽ പറയുക, ഒരു പരാതിയല്ല, അനുഭവത്തിൻ്റെ ഒരു പങ്കുവയ്ക്കലാണ്. ഞാൻ കണ്ടും കേട്ടും വരുന്ന കാര്യങ്ങൾ പറയുക. ചില ആളുകൾ സഭകൾക്കകത്ത് ചുമ്മാ ഇരുന്നുകളെ കണ്ടുണ്ടോ? ചിലക്ക് 3-ാം പാട്ട് വേണം, ഒന്ന് നോക്കാമെന്ന് തീരുമാനിക്കുക. ഞങ്ങളൊക്കെ പാടി കുഴഞ്ഞു നിൽക്കുന്നവർ, അതുകൊണ്ടായി സംസാരിക്കുന്നത്. ഒരു പാട്ട്, 2 പാട്ട്, 3-ാം പാട്ട്. 3-ാം പാട്ടിൻ്റെ അവസാന സ്റ്റാൻസ പിന്നെ ഒരു 5 പ്രാവശ്യം പാടി ലാസ്റ്റ് ലൈൻ, ഇതെല്ലാവരും ഇത് പരീക്ഷിക്കുന്നവരാ, ഞാൻ മാത്രമല്ല. ലാസ്റ്റ് ലൈൻ പിന്നെയും, കാരണം വെള്ളവിധേന ഒരു ചലനം വേണ്ടേ? പെന്തക്കോസിന്റെ ബോർഡ് വെച്ചു പോയില്ലേ? ആമേൻ. വേർപാടിന് വില കൊടുത്ത് ഇറങ്ങി വന്നതല്ലേ? പിതാക്കന്മാർ പണിത പള്ളി വിട്ട് വന്നതല്ലേ? അവൻ അപ്പന്മാര് കല്ല് ചുമന്നിയ ദേവാലയത്തിന്റെ പാരമ്പര്യം കുടഞ്ഞൊഴിഞ്ഞ് ആത്മാവിൽ ആരാധിക്കാൻ വേർപെട്ട് ഇട്ടാ വട്ടത്തിനകത്ത്, വാടകമുറിക്കകത്ത് അമർന്നവരല്ലേ നമ്മുടെ പിതാക്കന്മാർ? അവിടെ വിയർത്തൊളിഞ്ഞിരുന്നവരല്ലേ നമ്മൾ? എന്നിട്ട് അതുകൊണ്ട് അതിനകത്ത് ഒരു ആത്മനിറവിന്റെ ആരാധന വേണമെന്ന് നിർബന്ധമുള്ള ദേവദാസന്മാരാ ചലിക്കാൻ ആരംഭിക്കുന്നത്. ആമേൻ. ഇന്ന് രാത്രി ദേവദാസൻ എനിക്ക് ദൂത് പറയാനുള്ള നിയോഗമുണ്ട്. ഞാൻ ശക്തമായി വിളിച്ചു പറയുന്നു. ആമേൻ. ആളുകളെ കണ്ടിട്ട് അമരാൻ നമുക്ക് പറ്റില്ല. നാട്ടാരെ എല്ലാം കൂടെ ആരാധിപ്പിച്ച് യോഗം നിർത്താൻ നമുക്ക് പറ്റത്തില്ല. ജനക്കൂട്ടത്തിന്റെ ആരവാരം നോക്കി നമുക്ക് അമരാനാവത്തില്ല. ആമേൻ. നാം പ്രാപിച്ച ദൈവകൃപ, നമ്മുടെ അകത്ത് തിളയ്ക്കുന്ന അഭിഷേകം, നമ്മെ ചലിപ്പിക്കുന്ന ദൈവത്തിന്റെ ശക്തി, നമ്മുടെ മൊബിലിറ്റി, നമ്മുടെ അകത്തുള്ള നിയോഗം, തേട്ടി വരുന്ന സ്തുതിയുടെ ആരാധന, നന്ദിയുടെ അർപ്പണത്തെ ആരെയും കൂസാതെ, ആരെയും നോക്കാതെ, അമർത്താതെ, ഉച്ചായി സ്ഥലം പുറത്തു പറയാൻ തയ്യാറായാൽ
ആ സഭയാ പെന്തക്കോസ്ത് സഭ. ആ സഭ മാത്രമാ പെന്തക്കോസ്ത് സഭ. ആ സഭയ്ക്ക് മാത്രമേ ആ പേര് ഇണങ്ങത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ സഭകൾ ഏത് മറവിൽ, വളവിൽ, തിരിവിൽ, ഒളിവിലായിക്കോട്ടെ, ഏത് മൂലയ്ക്കായിക്കോട്ടെ, എത്ര ചെറുതുമായിക്കോട്ടെ, അതിനകത്ത് പെന്തക്കോസ്ത് കേൾക്കണം, അന്യഭാഷ ഉയരണം, ആത്മശക്തി വ്യാപരിക്കണം, ദൈവ കൃപയുടെ പകർച്ച ഉണ്ടാകണം. വെറുതെ പള്ളി പിരിയും പോലെ പിരിയാവുന്ന സ്ഥലമല്ല പെന്തക്കോസ്ത് സഭ. അന്യഭാഷക്കാരനെ ഇപ്പൊ ആൾക്കാർക്ക് ഒത്തിരി ഇഷ്ടമല്ലായിരിക്കും. ദൈവശാസ്ത്ര പെരുപ്പം കൊണ്ട്, തിയോളജിയുടെ കാഠിന്യം കൊണ്ട്, എക്യുമെനിക്കൽ മൂവ്മെന്റ് കൊണ്ട്, സംയുക്ത ക്രിസ്മസിലൊക്കെ അബദ്ധത്തിൽ നമ്മുടെ ആൾക്കാരും ചെന്ന് ചാടിപ്പോകുന്നുമുണ്ട്. ഇപ്പൊ സാന്താക്ലോസോ തൊപ്പിയോ പരിപാടിയോ ഒക്കെ നമുക്കും ഭാഗമായി മാറിയ ഗതികേടിലേക്ക് വന്നതുകൊണ്ട് പിന്നെ ഇല്ലാതെ പോകുന്നത് അഭിഷേകം മാത്രമാണെങ്കിൽ, ഇന്ന് രാത്രി അടിയന്തരമായി ദൈവാത്മാവ് എന്നോട് പറയുന്നു, ഈ ദൂത് വിളിച്ചു പറയാൽ ദൈവസഭ മടങ്ങി വന്നേ മതിയാകൂ, മടങ്ങി വന്നേ മതിയാകൂ, മടങ്ങി വന്നേ മതിയാകൂ. ചലിക്കാത്തതെല്ലാം ചലിച്ചേ മതിയാകൂ. അനങ്ങാത്ത കക്ഷികളെ കർത്താവ് ഇളക്കാൻ പോകുകയാണ്. ആമേൻ. ഇളക്കാൻ മടിയാണെങ്കിൽ നിങ്ങളെ ഇളക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഞാൻ ആ ദൂത് ആത്മാവിൽ വിളിച്ചു പറയുക, അനങ്ങാത്തവരെ, ചലിക്കാത്തവരെ, കസേരയുടെ കാലിൽ പിടിച്ചിരിക്കുന്നവരെ, ആമേൻ, ചുമ്മാ കുത്തിയിരുന്ന് മടങ്ങുന്നവരെ ഒന്ന് ഇളക്കാൻ, ഒന്ന് ചലിപ്പിക്കാൻ, ഒന്ന് വിറപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവം ഇടപെടും മുമ്പ്, ദൈവത്തിന്റെ കരം നിന്റെ മേൽ ഭാരമായി വരും മുമ്പ്, ഇന്ന് രാത്രി ഈ ആണ്ടിന്റെ അവസാന ദിവസങ്ങളിൽ സമർപ്പിക്കുക. ആലസ്യം പോകട്ടെ, നിർജീവത്വം പോകട്ടെ, മൃത്യാവസ്ഥ പോകട്ടെ, അവൻ ചലനം ആരംഭിക്കട്ടെ, മൊബിലിറ്റി ആരംഭിക്കട്ടെ. അവരെ കൊണ്ടാണ് തന്റെ സഭയെ ഈ തലമുറയിൽ ജീവിപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഉണർവറ്റുറങ്ങുകയോ മറന്നു തിരുകൃപകൾ, ഉണർവറ്റുറങ്ങുകയോ മറന്നു തിരുകൃപകൾ, പൂർവപിതാക്കൾ പകർന്ന ഉണർവിനെ പകരണേ ആത്മനാഥ. പൂർവപിതാക്കൾ പകർന്ന ഉണർവിനെ പകരണേ ആത്മനാഥ. ഉണർവിൻ പ്രഭുവേ, ഉണർവിൻ രാജാ, വന്നിടണേ ദയവായി ഏഴകളിൽ സഭയിൽ. ഉണർവിൻ പ്രഭുവേ, ഉണർവിൻ രാജാ, വന്നിടണേ ദയവായി ഏഴകളിൽ സഭയിൽ. ആകാശമേഘങ്ങളിൽ ആരുടനായി വരുമ്പോ, ആകാശമേഘങ്ങളിൽ ആരുടനായി വരുമ്പോ, അങ്ങയെ ബോധമായി സ്വാഗതം ചെയ്യുവാൻ. ഹല്ലേലൂയ. അങ്ങയെ ബോധമായി സ്വാഗതം ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കേണമേ. ഉണർവിൻ പ്രഭുവേ, ഉണർവിൻ രാജാ, വന്നിടണേ ദയവായി ഏഴകളിൽ സഭയിൽ. ഉണർവിൻ പ്രഭുവേ, ഉണർവിൻ രാജാ, വന്നിടണേ ദയവായി ഏഴകളിൽ സഭയിൽ. Praise the Lord. Hallelujah. ആമേൻ. നമുക്ക് ഒടുവിൽ ഏതായാലും ഒരു പാട്ട് പാടണേ, ഇടയ്ക്ക് ഇനി പറ്റിയില്ലെങ്കിലും. ഓൾറൈറ്റ്, താങ്ക് യു. ഉണർവ് എന്ത് എന്ന പദപഠന വിശകലത്തിൻ്റെ മൂന്നാമത്തെ മണ്ഡലം തിരുവെഴുത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടുള്ളത് ഉണങ്ങിക്കരിഞ്ഞത് നാമ്പെടുക്കലാണ് റിവൈവൽ. കരിഞ്ഞു പോയതിനെ മടക്കി വരുത്താൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ വാക്ക് ഒന്ന് വ്യാഖ്യാനിക്കുന്നത് അനേക ഇടങ്ങളിൽ ഏതാ ഈ അഗ്രികൾച്ചറൽ കോണ്ടെക്സ്റ്റ് പറഞ്ഞാൽ കരിഞ്ഞുപോയി,
വെള്ളം ഇഷ്ടം പോലെ ഒഴിച്ചു. ഞങ്ങളുടെ വീട്ടിൽ ഇതേ കാര്യം ചെയ്യാറുണ്ട്. ഒരുപാട് വെള്ളമൊഴിച്ചു, വളമിട്ടു, പരിചരിച്ചു, ശുശ്രൂഷിച്ചു, ചപ്പും കരിയിലും ഒക്കെ ഇട്ടു. പക്ഷേ അത് പിടിക്കുന്നില്ല എന്ന് കണ്ടിട്ട് ചിലപ്പോൾ പറിച്ച് കളയാതെ കുറേ നാൾ നിർത്താറുണ്ട്. ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല, തീ കത്തിക്കുമ്പോൾ എടുത്തെറിയാമെന്ന് കരുതിയാണ്. അങ്ങനെ വെക്കുന്ന ഒരുപാട് കൃഷിമണ്ഡലങ്ങൾ ഉള്ള നാടാണ് നമ്മുടേത്. പക്ഷെ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നാളുകളായി ഉണങ്ങിപ്പോയി, വറ്റി വരണ്ടുപോയി, ഒരിക്കലും നന്നാവില്ല എന്ന് ലോകവും ജഡവും പിശാചും ഒന്നിച്ചു പറഞ്ഞ മണ്ഡലങ്ങളിൽ പുതുനാമ്പ് ഉയർത്താൻ ദൈവത്തിന് കഴിയും. കാര്യമെടുത്ത് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ കർത്താവിന്റെ ദാസന്മാരോടും ദൂതാത്മാവിൽ പറയുക, എല്ലാ സഭകളോടും പറയുക, അസാധ്യമെന്ന്, അസംഭവ്യമെന്ന്, നല്ലതൊന്നും നടക്കത്തില്ലെന്ന്, ഉയർച്ച ഉണ്ടാവില്ലെന്ന്, ആത്മാക്കൾ മുന്നോട്ട് വരില്ല എന്ന്, വേല ശക്തിപ്പെടില്ല എന്ന് അവൻ നമ്മോട് പറയുന്ന ദുഷ്ട പോരാട്ട ശക്തികൾ ഏതുമാകട്ടെ, അതിന് മധ്യത്തിൽ ദൈവത്തിൻ്റെ കാറ്റടിക്കുമ്പോൾ, ദൈവപ്രവൃത്തി യാഥാർത്ഥ്യമാകുമ്പോൾ, ആ ഉണങ്ങി കരിഞ്ഞതിനെ ജനത്തിന്റെ പ്രതീക്ഷയ്ക്കപ്പുറത്ത്, ലോകത്തിന്റെ കണക്കൂട്ടലിനപ്പുറത്ത് നാമ്പുള്ളതാക്കി മാറ്റാൻ, വളർച്ചയുള്ളതാക്കി തീർക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്ന എല്ലാവരും കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ, ദൈവത്തെ സ്തുതിക്കട്ടെ. അത്ഭുതങ്ങൾ ദൈവം ചെയ്ത് ഒരു റിവൈവൽ ദൈവം തരാൻ പോകുകയാണ്. ആമേൻ. അഞ്ചാമത്തെ ഇംപ്ലിക്കേഷൻ, നാലാമത്തത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മറഞ്ഞിരിക്കുന്നത് വെളിപ്പെടുന്നതാണ് സാക്ഷാൽ റിവൈവൽ. എനിക്ക് അതിനോട് വളരെ താല്പര്യം എന്നാണെന്നറിയാമോ? ദൈവമക്കളുടെ മധ്യത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരുപാട് ദുരവസ്ഥകളുണ്ട്, മറച്ചു വെക്കുന്നവരുണ്ട്. ശ്രദ്ധിക്കുക, നമ്മെ വെളിപ്പെടുത്താൻ സമ്മതിക്കാതെ, അത് ആത്മീയ ശുശ്രൂഷയാകട്ടെ, ദൈവം തന്ന താളുകളുടെ പ്രകടനാത്മകതയാകട്ടെ, സഭയിൽ ദൈവം തന്ന നിയോഗം വിളിച്ചു പറയുന്ന ഒരു മണ്ഡലമാകട്ടെ, നമ്മെക്കൊണ്ട് അനങ്ങാൻ സമ്മതിക്കാതെ, ശബ്ദമുയർത്താൻ സമ്മതിക്കാതെ ദൈവദാസന്മാരെയും ദൈവമക്കളെയും ചിലപ്പോൾ നാവിനെ കുഴച്ച്, ആദരത്തെ കരിച്ച്, കണ്ടനാളങ്ങളെ ബന്ധിച്ച്, ആമേൻ, ശബ്ദമുയർത്താൻ പ്രകടിപ്പിക്കാനോ രംഗത്ത് വരാനോ ആരാധിക്കാനോ ആവാതെ നമ്മെ എന്നേക്കുമായി മറച്ചു വെക്കുന്ന ഏത് ശക്തികളെയും കർത്താവ് കൈകാര്യം ചെയ്തിട്ട് ഒന്ന് വെളിപ്പെടുത്താൻ ദൈവത്തിന് പദ്ധതി ഒന്ന് പലരോടും ഈ രാത്രി ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. നിന്നെ എന്നും മറഞ്ഞിരിക്കേണ്ടതില്ല, എന്നും മാറിയിരിക്കേണ്ടതില്ല. മറുവശം, നിങ്ങളെ എന്നും മറച്ചു വെക്കാൻ പിശാചിന് കഴിയില്ല, നിങ്ങളെ കവറപ്പ് ചെയ്യാൻ ശത്രുവിന് കഴിയത്തില്ല. നിങ്ങൾ വെളിപ്പെട്ടേ മതിയാകൂ, നിങ്ങൾ രംഗത്ത് വന്നേ മതിയാകൂ. ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹമായി, ദേശത്ത് ഒരു ബഹുമാനമായി, ബന്ധുക്കളുടെ മധ്യത്തിൽ ഒരു ഉയർച്ചയായി തന്റെ ജനത്തെ മാറ്റാൻ ദൈവത്തിന് കഴിയുമെന്നും ഈ കാലഘട്ടത്തിൽ ദൈവസഭയെ വെളിപ്പെടുത്താൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കട്ടെ. അത് ദൈവം ചെയ്യാൻ പോകും. ഞാൻ 100% ആത്മാവിൽ വിശ്വസിക്കുന്നു. ദൈവദാസന്മാരെ, ദൈവജനമേ, എൻ്റെ അധ്യാപകൻ, നിങ്ങൾ പലരും പറയുന്ന പരേതനായ പാസ്റ്റർ PN സക്കറിയായി, തന്നോടൊപ്പമുള്ള പ്രവചന പ്രസംഗകരും എൻ്റെ കൊച്ചുനാൾ മുതൽ കർത്താവിൻ്റെ വരവ് അടുത്തുവെന്ന് പ്രസംഗിക്കാറുണ്ട്, തെളിവുകൾ നിരത്താറുണ്ട്. നാം ഇത് പണ്ട് കേൾക്കുന്ന കാര്യമാണ്. കേട്ട് കേട്ട് മരവിച്ചു പോയവരാണ് നമ്മൾ. വരുമ്പം വരട്ടെ എന്ന് പറഞ്ഞു പോകുന്നവരാണ് നമ്മൾ. ആ വ്യവസ്ഥിതിയിൽ, ആ പഴക്കത്തിൽ ഞാൻ താഴ്മയോടെ പറയുന്നു, എനിക്കും ആ പഴക്ക സ്വാധീനമുണ്ടായിട്ടുണ്ട്. ഞാൻ പക്ഷെ ഇന്ന് സമർപ്പിച്ച് പറയുകയാണ്, 100% എൻ്റെ വിശ്വാസം, എൻ്റെ കർത്താവ് ഈ പറഞ്ഞതുപോലെ ഇനിയും വൈകില്ല, ഇനി കാലങ്ങൾ മുന്നോട്ട് പോവുകയില്ല. അവൻ അടുക്കൽ വന്നിരിക്കുകയാണ്. അവനെ കാഹളം കേൾക്കാറായി, മരിച്ചവർ ഉയർക്കാറായി, നാം രൂപാന്തരപ്പെടാറായി. ഈ തലമുറയിൽ, നമ്മുടെ തലമുറയിൽ എൻ്റെ കർത്താവിൻ്റെ വരവിൻ്റെ എല്ലാ സാധ്യതയും ഞാൻ കാണുകയാ. എനിക്ക് ഡേറ്റ് പറയാൻ പറ്റില്ല, പാടില്ല, അതിന് വചന വ്യവസ്ഥയില്ല. ആമേൻ. സംഭവങ്ങൾ കണ്ടിട്ട്, വർത്തമാനങ്ങൾ കേട്ടിട്ട്, തെളിവുകൾ നിറഞ്ഞ് കണ്ടിട്ട് ഞാൻ ആത്മാവിൽ പറയുന്നു, ഭാഗ്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ തലമുറയിൽ രൂപാന്തരപ്പെടുവാൻ ദൈവം നമുക്ക് അവസരം തരാൻ പോകുക. നമ്മുടെ അകത്ത് പ്രത്യാശ
കത്തട്ടെ പ്രിയരെ, വരവന്റെ പ്രത്യാശ കത്തട്ടെ. പഴയ അവസ്ഥയിൽ സഭ മുന്നോട്ട് നിർവികാരതയിൽ നിസ്സംഗതയിൽ പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. പഴയ ഇരിപ്പ് ദൈവം അനുവദിക്കത്തില്ല. ഇങ്ങനെ പോവാനാവില്ല. അകത്തൊരു പിടച്ചിൽ ഉള്ള ആരുണ്ട് ഇന്ന് രാത്രി? അകത്തൊരു തിടുക്കമുള്ള ആരുണ്ട്? കാലുകൾക്കൊരു കുതിപ്പുള്ള എത്ര പേരുണ്ട്? ഈ തലമുറയിൽ കർത്താവ് വരാൻ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് ഇന്ന് രാത്രി? ആമേൻ. നിനക്കിനിയും മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. നിങ്ങളെ കർത്താവ് വെളിപ്പെടുത്താൻ പോകുകയാണ്. ദൈവദാസന്മാർ എന്നോട് ക്ഷമിക്കുമെങ്കിൽ എൻ്റെ ഒരു വെളിപ്പാട് എനിക്ക് അടിയന്തരമായിട്ട് പറയുകയാണ്. വെളിപ്പാടെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കണ്ടൊരു കാഴ്ചയൊന്നുമില്ല, അങ്ങനെ എനിക്ക് കിട്ടിയിട്ടില്ല. ഐ എം സോറി. എന്നാൽ എൻ്റെ അകത്ത് നാളുകളായിട്ടുള്ള ഒരു ത്രസിപ്പ് എനിക്ക് പറഞ്ഞേ പറ്റൂ. എൻ്റെ അകത്തെ ഒരു തുടുപ്പ് എനിക്ക് പറഞ്ഞേ പറ്റൂ. അത് മറ്റൊന്നുമല്ല, അടുത്ത തലമുറയിൽ കാലം മുന്നോട്ട് പോയാൽ പാസ്റ്റർ എം എ തോമസോ കെ ജെ മാത്യുവോ ബഹുമാനായ അച്ചായന്മാരും ഒക്കെ ഇവിടെ ഉണ്ട്. എന്നൊക്കെ സീനിയേഴ്സ് ഉണ്ട്. ഞാനും സ്വല്പകാലമായി ചെറുപ്പത്തിലെ പുറപ്പെട്ടതുകൊണ്ട് ഇത്രയും പ്രായമായതുകൊണ്ട് കുറച്ച് സർവീസ് എനിക്കും ഉണ്ട്. താഴ്മയോടെ ഞാൻ പറയുക, ഞങ്ങൾ കുറേ പേര്, ഞാനടക്കം, ഈ പ്രസംഗിക്കുന്ന ഞാനടക്കം, വെള്ളക്കുപ്പായധാരികൾ, കൈനീളം കുപ്പായക്കാർ, ഇന്ന് ക്ലീൻ ഷേവുകാർ, ഒരുപാട് പേര് ഇനി രംഗത്തില്ലാത്തൊരു കാലഘട്ടം എന്നറിയാവും നിങ്ങൾക്ക്. എനിക്ക് ഇവിടുത്തെ ബൈബിൾ സ്കൂളിൻ്റെ കാര്യം അറിയില്ല ദേവദാസന്മാരെ. ഞങ്ങളുടെ അസംസത്തോണ്ട് അടക്കമുള്ള മിക്ക ബൈബിൾ സ്കൂൾ, മണക്കാല, ഞാൻ ചുമ്മാ പറയല്ല, കുമ്മനാട് അടക്കം സമസ്ത ബൈബിൾ സ്കൂളിലും കഴിഞ്ഞ 10 കൊല്ലമായി വിദ്യാർത്ഥികൾ വളരെ കുറവാണ്, വളരെ കുറവാണ്. ഉള്ളവർ കണ്ട നോർത്ത് ഈസ്റ്റ്, നാഗാലാൻഡും മണിപ്പൂരും ഒക്കെ മലയാളികൾ വളരെ കമ്മിയാണ്. ഞാൻ ആരും വിമർശിക്കുകയല്ല, കാരണം എല്ലാ സ്ഥാപനത്തിലും എൻ്റെ SABC സാധനേഷ്യ ബൈബിൾ കോളേജ് അസംസത്തോണ്ട് പ്രസിദ്ധമായ SABCയിലും കുട്ടികൾ വളരെ കുറവാണ് പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഫുൾ ടൈം വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ ആൾക്കാർ വളരെ കുറവാണ്. നമ്മളിറങ്ങി കാലത്തെ പോലെ ഇറങ്ങാൻ ഇന്ന് ആളുകൾക്ക് മനസ്സില്ല. കാരണം പലതായിരിക്കാം. അപഗ്രഥിക്കാൻ ഈ രാത്രി എനിക്ക് സമയമില്ല. പക്ഷെ താഴ്മയോടെ പറയുക, ആ കാലം ഏതാണ്ട് കഴിയാറാകുകയാണ്. ഫുൾ ടൈംകാരുടെ കാലം ചിലപ്പോൾ കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. എൻ്റെ വിശ്വാസം പാർട്ട് ടൈമിലാണ്, എൻ്റെ വിശ്വാസം ചെറുപ്പക്കാരിലാണ്, എൻ്റെ വിശ്വാസം ഫുൾ ടൈമിന് ഇറങ്ങാതെ ജോലി ചെയ്യുമ്പോൾ തന്നെ കർത്താവിനെ സാക്ഷിക്കുന്ന ഒരുപാട് യൗവനക്കാരിലാണ്. അത് ഗൾഫിലാകട്ടെ, നോർത്ത് ഇന്ത്യയിലാകട്ടെ, കേരളത്തിലാകട്ടെ, കൊറത്തിയാട് കല്ലുമലയിലുമാകട്ടെ, കൊടുത്ത തൊഴിൽ ചെയ്തുകൊണ്ട് ഉപജീവന മാർഗത്തിന് മറ്റ് കഷ്ടപ്പെടേണ്ട അവനവൻ്റെ മാർഗം കൊണ്ട് ജീവിക്കാമെന്ന് കരുതി അപ്പം തന്നെ അഭിഷേകത്തിൽ കത്തിക്കാളി കൃപാവരങ്ങളാൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ ദൂതുകളെ പ്രാപിച്ച് അയൽവക്കങ്ങളിൽ പോയി പ്രാർത്ഥിച്ച് രോഗസൗഖ്യം വരുത്തി അഭിഷേക നിറവിൽ ഭൂതങ്ങളെ പുറത്താക്കി കൃപാവരങ്ങൾ നഷ്ടപ്പെടുന്നതെല്ലാം തിരികെ പിടിക്കുന്ന ചെറുപ്പക്കാരെ കർത്താവിന്റെ സഭയ്ക്ക് ആവശ്യമുണ്ട്. കരമൂർത്തി എല്ലാവരും സമർപ്പിച്ചാട്ട് അത്ര യവനക്കാരെ ദൈവസഭയിൽ ദൈവം കൊണ്ടുവരാൻ പോകുക, ദൈവം കൊണ്ടുവരാൻ പോകുക. എന്റെ കാലം കഴിയാൻ പോകുന്നു. ആമേൻ. പ്രായമുള്ളവരുടെ കാലം കഴിയാൻ പോകുന്നു. ഞങ്ങളുടെ ആരോഗ്യം കുറയുന്നു, ശബ്ദം പതറുന്നു, തൊണ്ട പാളുന്നു, മാംസപേശികൾ ചുരുങ്ങുന്നു, എലുമ്പുകൾ ഞെരിയുന്നു. പക്ഷെ യൗവന രക്തം തന്ന് നിങ്ങളെ വീണ്ടെടുത്ത എന്റെ കർത്താവിന്റെ തീരോധാത്ത സാക്ഷികളായി പണി സ്ഥലത്ത്, പാടത്ത്, പറമ്പിൽ, ആഫീസിൽ, കമ്പനിയിൽ, ഫാക്ടറിയിൽ, ജോലി സ്ഥലത്ത്, നഴ്സിംഗ് ഹോമിൽ നിങ്ങളെ ദൈവം ആക്കിയ ഇടത്ത് യേശുവിനെ സാക്ഷിച്ച് കൃപ പ്രാപിച്ച് സ്വന്തം വീട്ടിനകത്ത് ശക്തമായ ഒരു ആത്മീയ കൂട്ടായ്മ ആരംഭിച്ച് എതിർപ്പുള്ള സർക്കാരിനെ തോൽപ്പിക്കാൻ, വിലക്കുള്ള ഗവൺമെന്റിനെ തോൽപ്പിക്കാൻ, പള്ളി വെക്കാൻ പറ്റില്ല എന്ന് പറയുന്ന തീരുമാനത്തെ ആത്മാവിൽ അട്ടിമറിച്ച് നമ്മുടെ സ്വന്തം വീട്ടിനകത്ത് ഒരു കൂട്ടായ്മ ആരംഭിച്ച് ദൈവസഭയെ വളർത്താൻ കരുത്തുള്ള കുറെ പേര് ഈ തലമുറയിൽ ദൈവം എഴുന്നേൽപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറവിടം വിട്ട് അവർ പുറത്തിറങ്ങട്ടെ, മറവിടം വിട്ട് അവർ വെളിപ്പെടട്ടെ. ദൈവം അവരെ വെളിപ്പെടുത്താൻ പോകും. ആമേൻ, ആമേൻ. നിരാശയുള്ളൊരു ഉപദേശി ചുമ്മാ കയറി കാശുമല്ല. നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് പ്രസംഗങ്ങൾ കൃപയാൽ വലിയ കുറവില്ല. കുറേ സഞ്ചാരവും കുറേ അംഗീകാരവും അസംസ്കൃത കോഡിൽ സാമാന്യം പെരുത്തൊരു ഉദ്യോഗവും എല്ലാം ഉള്ള ഞാനാണ് ഇത് തുറന്നു പറയുന്നത്. എന്നിട്ട് ഞാൻ തുറന്നു പറയാ, ഫുൾ ടൈംകാരുടെ കാലം ചിലപ്പം കഴിയാറായി. വെറുതെ പറയല്ല,
വെറുതെ പറയല്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഹോള് വെക്കാൻ ഇപ്പോൾ എന്താ വകുപ്പുകൾ അറിയില്ല എല്ലാവർക്കും. ഒരു ചർച്ച വെക്കാൻ കാശുണ്ടാക്കിയാൽ മാത്രം പോരാ. ഒരു പാർക്കിങ്ങും പിന്നെ ഫയർ എഞ്ചിൻ്റെ വരവിൻ്റെ സൗകര്യങ്ങളും റിക്വയർമെൻറ്റ്സ് സ്റ്റിപ്പുലേഷൻസ് എല്ലാം കൂടെ വരുമ്പോൾ പിന്നെ നമുക്ക് സാധാരണക്കാർക്ക് ആ ഭൂമി മേടിച്ച് പള്ളി പണിയാൻ ഒരിക്കലും പറ്റത്തില്ല. നമ്മൾ 10 സെൻറ്റ് കൊണ്ട് ഒപ്പിക്കാൻ ശ്രമിക്കുന്നവരാ. ഒരാഴ്ച മുഴുവൻ പള്ളിയും പെടുന്ന സ്ഥലവും മേടിച്ച് നടക്കുക നമ്മുടെ പണി. ആ 10 സെൻറ്റ് അപ്പുറത്ത് വാങ്ങാൻ കരുത്തില്ലാത്ത നമ്മുടെ പരിശ്രമങ്ങൾ പരാജയപ്പെടുമ്പോൾ പൂർവ്വകാലം പോലെ ഹൗസ് ചർച്ചസ് അവനവൻ്റെ വീട്ടിനകത്ത് 10-50 പേർക്ക് ആരാധിക്കാവുന്ന സംവിധാനം ആർക്കും ക്വസ്റ്റ്യൻ ചെയ്യാൻ പോലാത്ത പോലെ ആരംഭിക്കാൻ ദൈവം കൃപ നമ്മുടെ മേൽ പകരാൻ പോകുക. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഒരുപാട് യവനക്കാരെ ദൈവം തൊടാൻ പോകുക. മറിഞ്ഞിരിക്കുന്ന മാറിയിരിക്കുന്ന ഒരുപാട് പേര് ഫ്രണ്ട് ലൈനിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോകുക. കരം പിടിച്ചു കൊണ്ടുവരാൻ പോകുക. അവരുടെ മേൽ തന്റെ അഭിഷേകത്തിന്റെ ഒരു പുതിയ വല്ലഭത്വം പകരാൻ പോകുക. അവരെഴുന്നേറ്റ് ദൂതുകൾ വിളിച്ചു പറയാൻ പോകുക. അവർ പ്രവചിക്കാൻ പോകുകയാണ്. അവർ നിൽക്കുമ്പോൾ സൗഖ്യം വ്യാപരിക്കുകയാണ്. അവരുടെ മേൽ അഭിഷേകത്തിന്റെ പെരുപ്പം ദൈവം നൽകാൻ പോകുക. ഈ തലമുറയിൽ ഒരു വലിയ മാറ്റം ദൈവം വരുത്തുമെന്ന് അറിയാവുന്ന എല്ലാവരും ദൈവത്തെ മടിക്കാതെ സ്തുതിക്കട്ടെ. ശക്തമായി അവനേക്കാൾ സമർപ്പിക്കട്ടെ. ഈ തലമുറയ്ക്ക് ദൈവം നിന്നെ അനുഗ്രഹമാക്കാൻ പോകും. ആമേൻ. മറഞ്ഞിരിക്കുന്നത് വെളിപ്പെടലാണ് റിവൈവൽ. 2 മണ്ഡലമുണ്ട്. ഒന്ന് അവനവൻ്റെ മടി കൊണ്ടും ആലസ്യം കൊണ്ടും ഇൻഡിഫറൻസ് കൊണ്ടും. വേണ്ട വചനമകത്ത് തിളച്ചാലും ഞാൻ മിണ്ടുകയില്ല, പാടാൻ കഴിഞ്ഞാലും എനിക്ക് പാടണ്ട എന്ന് പറഞ്ഞ് കുറേ കക്ഷികൾ മുന്നോട്ട് പോകുന്നുണ്ട്. അവരെ ദൈവം അടിയന്തരമായി തൊടാൻ പോവുകയാണ്. ആമേൻ. 2, എന്നാ അഭിഷേകമാണെങ്കിലും നിന്നെ ഞാൻ അനങ്ങാൻ സമ്മതിക്കുകയില്ല എന്ന് പറയുന്ന കുറേ കക്ഷികളുണ്ട്. അവരെ ദൈവം തൊടാൻ പോവുകയാണ്. ഞാൻ ശക്തമായി വിളിച്ചു പറയുക, മറവിടത്തുനിന്ന് കുറേ പേര് ദൈവം പുറത്തിറക്കാൻ പോകുകയാണ്. നിങ്ങൾക്ക് ആർക്കും തടയാൻ പറ്റത്തില്ല. ആർക്കും തടയാൻ പറ്റാത്ത പോലെ ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തിയുടെ കാലഘട്ടത്തിൽ എല്ലാ മറവിടങ്ങളെയും മാറ്റിമറിച്ച് എല്ലാ ഒളിപ്പിടങ്ങളെയും മാറ്റിവെച്ച് ജനത്തിന് മധ്യ നിർത്താൻ ആമേൻ ദൈവദാസന്മാരെ പോലെ, ശൗലിനെ പോലെ, ബർണബാസിനെ പോലെ ജനസമൂഹത്തിൽ വാക്ചാതുര്യത്തോടെ അഭിഷേകത്തോടെ നാവിൻ്റെ കെട്ടുകൾ പൊട്ടി ആദരത്തിന് ബന്ധനങ്ങൾ തകർന്ന് അഭിഷേകത്തോടെ ജനമധ്യേ ദൈവം നിങ്ങളെ നിർത്തും. കരമൂർത്തി എല്ലാവരും സമർപ്പിച്ചോട്ട്. ദൈവം നിർത്താൻ പോകുക. ദൈവം കുറെ പേരെ നിർത്താൻ പോകുക. കുറെ പേരെ ദൈവം നിർത്താൻ പോകുക. ജീസസ് മറുപടം തകരും. വായിച്ച വേദവാക്യങ്ങളിൽ നിന്ന് വെളിപ്പെടുന്ന 4 പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ എനിക്ക് ഓർപ്പിക്കണം. റിവൈവൽ എന്ന കോണ്ടെക്സ്റ്റിൽ 4 പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ. ആ വായിച്ച വാക്യത്തിനകത്ത് ഈ ചിന്തകളെല്ലാം കുടുങ്ങിക്കിടപ്പുണ്ട്. ഞാനൊന്ന് വ്യാഖ്യാനിക്കുക മാത്രം ചെയ്യുക, വായിച്ച വചനങ്ങൾ അധികരിച്ചിട്ട്. നമ്പർ 1, വായിച്ച പാസേജുകൾക്കകത്തുള്ള പ്രധാനപ്പെട്ട 1-ാമത്തെ സന്ദേശം, ഉണർവ് ദേശത്തിൻ്റെതല്ല, ഒരു സമൂഹത്തിൻ്റെ അല്ല, ഉണർവ് വ്യക്തിയുടേതാണ്. കരമൂർത്തി മനസ്സിലായല്ലോ? ഒരു ദൈവത്തെ സൂചിച്ചാട്ട് ടോപ്പിക്ക് മനസ്സിലായോ? നമ്മൾ പൂവത്തൂർ ഉണർവ്, കുമ്മനാട് ഉണർവ്, ഞങ്ങളുടെ വിളക്കുടി ഉണർവ്, ഇങ്ങനെ കുറേ പേര്, വെൽഷ് റിവൈവൽ കേട്ടില്ലേ തോമസ് പാസ്റ്റർ? ഇങ്ങനെ കുറേ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ കൊണൊട്ടേഷൻ, ഇംപ്ലിക്കേഷൻ ആ ദേശത്തിന് നന്മ കൊണ്ട് ഉണർവുണ്ടാകുന്ന നോ, നോട്ട് അറ്റ് ഓൾ. ദേശത്തിൻ്റെ അല്ല ഉണർവ്, ഒരു കോൺഗ്രിഗേഷൻ്റെ അല്ല ഉണർവ്. കല്ലുമല ദൈവസഭ അല്ലെ പെനക്കോസ്റ്റ് ഒരു സംഘം കൊണ്ടുവരുന്ന ഏർപ്പാടല്ല ഉണർവ്. ഉണർവ് ആരംഭിക്കുന്നത് ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയിൽ അല്ല. ഉണർവ് ആരംഭിക്കുന്നത് ഒരു പള്ളിക്കകത്തല്ല. ആരംഭിച്ചേക്കാം, പക്ഷെ പള്ളിയല്ല പ്രധാനം, സംഘമല്ല പ്രധാനം, ഏരിയ അല്ല പ്രധാനം. ഉണർത്തപ്പെടുന്നത് അവനവനാണ്. കരമൂർത്തി സമർപ്പിച്ചാടുന്ന രാത്രി എല്ലാവരും റിവൈവൽ പ്രസംഗകരില്ല. ആ ദേശത്ത് കരഞ്ഞും പ്രാർത്ഥിച്ചും ദൈവപ്രവൃത്തിക്കായി കാത്തിരുന്ന ദൈവജനത്തിന്റെ കരച്ചിലിന്റെ മറുപടിയാണ് റിവൈവൽ. അല്ല സായിപ്പിന്റെ സംഭാവന അല്ല റിവൈവൽ. അത് റോജർ ഹോസ്മ ആകട്ടെ, ബേണാർഡ് ബ്ലെസ്സിംഗ് ആകട്ടെ, അതുപോലെ റെനാർഡ് ബോംഗെ ആകട്ടെ,
ആഫ്രിക്കനോ അമേരിക്കനോ ആരുമാകട്ടെ, വ്യക്തിക്ക് ഉണർവ് കൊണ്ടുവരാൻ പറ്റത്തില്ല, പ്രസംഗകന് ഉണർത്താൻ പറ്റത്തില്ല. ഉണർവ് ഞാൻ പറഞ്ഞല്ലോ സിറ്റിയുടെ, ഗ്രാമത്തിന്റെ വകയല്ല, സംഘത്തിന്റെ, സമൂഹത്തിന്റെ സംഭാവനയല്ല, ഒരു ഏരിയയുടെ ഫാബ്രിക്കേഷൻ അല്ല. ഉണർവ് ആരംഭിക്കുക അവനവന്റെ അകത്താണ്. ആ ഉണർവാണ് ഇന്ന് രാത്രി വ്യാപരിക്കാൻ പോകുന്നത്. കേൾവിക്കാരെല്ലാവരും പ്രാർത്ഥിച്ചോണം, കർത്താവേ ഒരു സമൂഹത്തെ മുഴുവൻ നന്നാക്കാൻ എനിക്ക് പറ്റത്തില്ല, അതെൻ്റെ വിളിയല്ല. പക്ഷേ പാവപ്പെട്ട എൻ്റെ കണ്ണീരിൻ്റെയും എൻ്റെ പ്രാർത്ഥനയുടെയും ഫലമായിട്ട് എൻ്റെ അകത്ത് അങ്ങ് കത്തിക്കുന്ന അഗ്നി ദേശത്തെ കത്തിക്കാൻ പോകുകയാണ്. ജനത്തെ കത്തിക്കാളിക്കാൻ പോകുകയാണ്. അന്ധകാര മധ്യേ ഈ ഉണർവ് ഒരു പ്രകാശമായി മാറാൻ പോകുകയാണ്. അവൻ ദൈവത്തിൻ്റെ അഗ്നി സ്ഫുലിംഗങ്ങൾ അകത്താക്കിയ ഞാൻ പോകുന്ന മണ്ഡലത്തിൽ അവൻ തീ കൊളുത്തി പോകാൻ പോകുകയാണ്. അന്ധകാരമെല്ലാം തകരുകയാണ്. ഇരുട്ടിന്റെ തുരുത്തുകൾ പരാജയപ്പെടുകയാണ്. അവിടെ വെളിച്ചം ചുറ്റുമിന്നുകയാണ്. യവനക്കാരാ, യുവതി, അവൻ ദൈവജനമേ, നിങ്ങളുടെ അകത്തിന്ന് രാത്രി ദൈവത്തിന്റെ ഉണർവ് ഒന്ന് വ്യാപരിക്കാൻ എല്ലാവരും സമർപ്പിക്കുക. കരങ്ങളെ അടിച്ച് എല്ലാവരും ദൈവത്തെ ആരാധിച്ചാട്ട്. Everybody worshiping God. എല്ലാവരും ശക്തമായി ദൈവത്തെ ആരാധിക്കുക. ഈ രാത്രി ഉണർവിന്റെ വ്യക്തമായി മാറാൻ എന്റെ ഉള്ളറയിൽ ദൈവത്തിന്റെ ഉണർവിന്റെ തീജ്വാല ഒന്ന് കത്തിക്കാളുവാൻ എന്നെ ഏൽപ്പിക്കുന്നുവെന്ന് എത്ര പേർ പറയും? അവരുടെ അകത്ത് ഉണർവ് വ്യാപരിക്കാൻ പോകും. Glory to God, glory to God, glory to God, glory to God. എല്ലാവരും ദൈവത്തെ ആരാധിക്കാം. ആത്മാർത്ഥമായിട്ട് എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. ക്ഷീണങ്ങൾ മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ. രോഗിയായി വന്നവർക്ക് ഇന്ന് രാത്രി ആരാധന മധ്യേ സൗഖ്യം ദൈവം തരാൻ പോകുക. ക്ഷീണമുള്ളവർക്ക് ദൈവം വിടുതൽ തരാൻ പോകുക. ബന്ധിക്കപ്പെട്ടവരെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ കെട്ടുകൾ പൊട്ടട്ടെ, കയറുകൾ കരിഞ്ഞു മാറട്ടെ, ദുഷ്ടന്റെ അവകാശവാദങ്ങൾ തകരട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, എല്ലാ ക്ഷീണങ്ങളും മാറിപ്പോകട്ടെ. ആത്മസ്നാനമുള്ള എല്ലാവരും നാളേക്ക് വേണ്ടി കാത്തിരിക്കേണ്ട. ഇന്ന് രാത്രി ശക്തിയുണ്ടോ? ഇന്ന് നാവ് തുടിക്കുന്നുണ്ടോ? ഇന്ന് നിന്റെ ചുണ്ടുകൾ ചലിക്കുന്നുണ്ടോ? ഇന്ന് നിന്റെ അകത്ത് നിറവുണ്ടോ? ഇന്ന് ദൈവത്തെ ആരാധിക്കേണ്ടത്. ഇന്ന് രാത്രിയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. ഈ രാത്രിയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. ഇന്ന് രാത്രിയാണ് ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടത്. ആമേൻ. നമ്മുടെ അകത്ത് ഒരു തീ കത്തിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ തീ സഭയിൽ വ്യാപരിക്കട്ടെ. ആ തീ ദേശത്തെ കത്തിക്കട്ടെ. ആ തീ ഇന്ത്യയെ പാപ്തീകരിക്കട്ടെ. ആ തീ ശത്രുക്കളെ ഇല്ലാതാക്കട്ടെ. ആ തീ ദൈവശക്തിയായി മാറട്ടെ. ആ തീ വ്യാപരിക്കട്ടെ. കർത്താവിന്റെ ആത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുക. യവനക്കാരെ ദൂത് ഏറ്റെടുക്കണം. നിങ്ങൾ ആ സഭയുടെ ഭാവി ഇന്ന് രാത്രി മങ്ങി മാറി പുറകിപ്പോയി ഇരിക്കാനല്ല ദൈവം നിങ്ങളെ വിളിച്ചത്. ആമേൻ, ആമേൻ. ഒപ്പിച്ചു വരാനല്ല, അറ്റൻഡൻസ് വയ്ക്കാനല്ല. നിന്റെ കരുത്ത്, നിന്റെ കഴിവ്, നിന്റെ താലന്ത്, നിന്റെ ഉശിരം, നിന്റെ ഉണ്മ, നിന്റെ ആസ്തിക്യം കർത്താവിന് കൊടുക്ക. ഈ തലമുറയിൽ ഉണർവിന്റെ വ്യക്താവായി, അഭിഷേകത്തിന്റെ വ്യക്താവായി, കൃപയുടെ വ്യക്താവായി നിങ്ങളെ മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതാർക്കും തടയാൻ പറ്റില്ല. നിങ്ങളുടെ അകത്ത് ഒരഗ്നി കത്തട്ടെ. മിന്നൽ പീണേരുകൾ വീശു, പിന്മാരിയൂറ്റുമാവൽ. മിന്നൽ പീണേരുകൾ വീശു, ജീസസ്. പിന്മാരിയെ ദുർശക്തികളോ ഉണരുകയായി, ജനകോടികൾ തകരുമപ്പോ. ദുർശക്തികളോ അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂവിലെ ഉയർത്തിടാം. അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂവിലെ
എല്ലാവർക്കും ദയവായിട്ടിരിക്കാം പ്ലീസ്. ജോയിലെ ആരമന ഇത് നിങ്ങളുടെയാണോ? അവരുടെ ഫീഡ്ബാക്ക് കുറച്ചുകൂടെ ഒന്ന് ഉഷാറാക്കാൻ പറയാമെന്ന് നോക്കി പ്ലീസ്. ഉള്ളിടത്തോളം ഓക്കെ, ഉള്ളിടത്തോളം മതി, ഞാൻ നോക്കാം. താങ്ക് യു. ആശംസകളിലെ പാസ്റ്റർ സജി ഫിലിപ്പോസ് വന്നപ്പോൾ എനിക്കൊരു ബലമായ ഏജിക്കാരെ ആരെയും ഞാൻ കണ്ടില്ല. താങ്ക് യു ഫോർ കമ്മിങ്. അമേരിക്കയിലെ ന്യൂയോർക്ക് ഡിസ്ട്രിക്ട് എന്ന് പറയുക, ആശ്രമത്തിൽ കൊണ്ടിങ്ങനെ ഡിസ്ട്രിക്ട് എന്നാണ് പറയുക. ന്യൂയോർക്ക് സ്റ്റേറ്റിൻ്റെ കോൺഫറൻസ് 15 കൊല്ലം മുമ്പ് നടന്നപ്പോൾ സിറക്കൂസ് എന്ന സ്ഥലത്ത്, ന്യാഗ്ര റോച്ചസ്റ്റർ അടുത്ത് സിറക്കൂസിൽ വെച്ചാണ് കോൺഫറൻസ് നടന്നത്. ഞാൻ പോയിട്ടില്ല. എൻ്റെ അധ്യാപകൻ പാസ്റ്റർ MS മത്തായി എന്ന ദേവദാസൻ, അമേരിക്ക സ്ഥിരമായി താമസിക്കുന്ന വന്ധ്യവയോധനായ സാർ എന്നോട് പറഞ്ഞു. അദ്ദേഹം ഉണ്ടായിരുന്നു 3 ദിവസം രജിസ്റ്റേർഡ് മെമ്പറായിരുന്നു കോൺഫറൻസിൽ. പറയാൻ വന്നത്, യൂറോപ്പിൽ നിന്നൊരു ഭയങ്കര പ്രസംഗകനെ ആ കോൺഫറൻസിന് ഗസ്റ്റായിട്ട് വിളിച്ചു. 3 ദിവസം പ്രസംഗം, പകലും രാത്രിയിലും. കോൺഫറൻസ് നമ്മുടെ കോൺഫറൻസുമായിട്ട് തട്ടിക്കാനേ പറ്റത്തില്ല. കോൺഫറൻസ് ആണെങ്കിലും ദേവദാസനും വചനം പറയാൻ 6 സെഷൻസാണ് താൻ പ്രസംഗിക്കേണ്ടത്. വചനം പറയാൻ കയറുന്നതിന് മുൻപ് ഒരു വർഷിപ്പ് ടീം പാടി ആ പാട്ട് 3 മണിക്കൂർ അങ്ങോട്ട് പോയി. ജനമെല്ലാം ആത്മാവിലായി. മത്തായി സാറ് പറഞ്ഞു 6 സെഷനിൽ യൂറോപ്പിൽ നിന്ന് വണ്ടിക്കൂലി കൊടുത്ത് കൊണ്ടുവന്ന പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദം മാത്രം പറഞ്ഞു. പ്രസംഗിക്കാൻ ആത്മാവ് സംബന്ധിച്ചില്ല. ആത്മാവ് വിരോധമായിട്ടില്ല. പ്രിയരെ, എന്തിനാ പ്രസംഗം? ഞാനവർക്ക് പ്രസംഗമല്ല പ്രധാനം, ആത്മനിറവാണ് പ്രധാനം. ആമേ. കുറെ ദൈവശാസ്ത്രവും ഒരു എക്സജീസും ഹെർമറ്റിക്കൽ പ്രിൻസിപ്പിൾസും വെച്ചിട്ടുള്ള പ്രഭാഷണം കേൾക്കാൻ കൊള്ളാമെന്നേ ഉള്ളൂ. ദൈവസഭയ്ക്ക് ആവശ്യം ആത്മനിറവിൻ്റെ ആരാധനയാണ്. അവിടെ ഞാൻ എൻ്റെ അടുത്ത ചിന്തയിലേക്ക് നിങ്ങൾ ക്ഷണിക്കുക. വായിച്ച വാക്യങ്ങളെ അധികരിച്ച് രണ്ടാമത്തെ ചിന്ത, ഉണർവ് ആരും തരുന്നതല്ല, കർത്താവ് തരേണ്ടതാണ്. അതിനോട് ചേർത്ത് ഉണർവ് കരഞ്ഞു മേടിക്കേണ്ടതാണ്. ഈ വായിച്ച വാക്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടെ മടങ്ങിപ്പോവാൻ നേരം കാണാം. കരയുന്ന വിലാപങ്ങൾ കാണാം, കണ്ണീര് കാണാം, മുറവിളി കാണാം, തകർച്ച കാണാം. കർത്താവേ, പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ ജീവിക്കേണ്ടതിന് ഞങ്ങളെ ജീവിപ്പിക്കണമേ. കരമുട്ടി എല്ലാവരും സമർപ്പിച്ചാട്ടെ. ഇന്ന് രാത്രി ഭാരമുള്ള എല്ലാവരും ദൈവത്തോട് പറ. ഞാൻ പറഞ്ഞല്ലോ, പ്രസ്ഥാനത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ലീഡേഴ്സിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. വിദേശ മിഷണറിക്ക് ഒന്നും ചെയ്യാൻ ആവില്ല, ഇനി വേണ്ട. ഓൾറൈറ്റ്, ഇന്ത്യയിലെ സഭ, വർഷങ്ങൾ പഴക്കമുള്ള സഭ, അത്ഭുതങ്ങൾ കണ്ട് ശീലമുള്ള സഭ, പാസ്റ്റർമാരെ വിളിക്കാൻ നേരം കിട്ടാതെ ഫോണും ഇടപാടുമില്ലാത്ത പഴയ കാലത്ത് വീട്ടിൽ മക്കൾ പിടച്ചപ്പോ അലറി കൂകിയപ്പോൾ അമ്മമാരെ പെങ്ങന്മാരെ നിന്റെ കൊച്ചു മുറിക്കകത്ത് ഇറങ്ങുമെന്ന ദൈവ സാന്നിധ്യത്തിന്റെ ഓർമ്മ ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് കന്നാലിക്ക് വരെ ദൈവ സൗഖ്യം നൽകിയെങ്കിൽ കുടുംബത്തിന്റെ വരുമാന മാർഗം, ഏക വരുമാന മാർഗം ഒരു നല്ല പശുവാണെങ്കിൽ ആ പശു ചത്താൽ ജീവിതം വഴിമുട്ടുമെന്നറിയാതിരിക്കെ ഉടമ്പ്രാനേ എന്ന് അലറിയപ്പോൾ ആ ക്ഷണം മൃഗജാലങ്ങൾക്ക് പോലും ദൈവം സൗഖ്യം നൽകിയ പരമാർത്ഥം നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ, കർത്താവേ, ഒരു റിവൈവൽ എനിക്ക് നൽകണമെന്ന് വ്യക്തികൾ പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ അകത്തെ കത്തുന്ന അഗ്നി ദേശങ്ങളെ നക്കി തുടയ്ക്കട്ടെ. ആമേൻ. ദേശങ്ങളെ നക്കി തുടയ്ക്കട്ടെ. എല്ലാ പ്രതിസന്ധികളും മാറട്ടെ, എല്ലാ മതിൽക്കെട്ടുകളും പൊളിയട്ടെ, എല്ലാ നിർമ്മാണ പ്രവൃത്തികളും തകരട്ടെ. ആർക്കും തടുക്കാനാവാത്ത ഒരു കാട്ടുതീ പോലെ ദൈവാത്മാവിന്റെ പകർച്ച അതിന്റെ പ്രഭവ കേന്ദ്രമാക്കി നിങ്ങളുടെ ഉള്ളറയെ മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഈ രാത്രി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു. നിങ്ങളുടെ ഉള്ളറയ്ക്കകത്ത് അഗ്നി കത്തട്ടെ, അത് പ്രാർത്ഥിച്ചു മേടി. നമുക്ക് നമ്മുടെ കുറെ അഭ്യാസങ്ങൾ അറിയാം. ഞങ്ങൾക്ക് പ്രത്യേകിച്ച്
ഞാൻ പറഞ്ഞു വരുന്നത് ഒരു റിവൈവൽ ഉണ്ടാക്കാൻ വേണ്ടി ഒക്കെയുള്ള ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമങ്ങൾ ഞങ്ങളെ ആരും പഴിക്കരുത്. അതും കൂടെ ചെയ്തില്ലെങ്കിൽ പിന്നെ ഒരു നിവൃത്തിയില്ല. കർത്താവേ, സഭായോഗം തീരുന്നതിന് മുമ്പ് ആ അച്ഛനൊന്ന് സ്തോത്രം പറഞ്ഞിരുന്നെങ്കിൽ, ഉറക്കം വിട്ടിരുന്നെങ്കിലും ആഗ്രഹിക്കുന്ന ദുരവസ്ഥയിലേ ഞങ്ങൾ പരമാവധി ഉത്സാഹിക്കും, പരമാവധി ഞങ്ങൾ പരിശ്രമിക്കും. ചെറുപ്പക്കാരാ, ദേവദാസന്മാരെ, എൻ്റെ മക്കളെയൊക്കെ പ്രായമുള്ളവർ ഇവിടെ ഉണ്ട്. ഞാൻ പറയാം, ശുശ്രൂഷയ്ക്ക് ദൈവം നിങ്ങളെ വിളിച്ച് പ്രസ്ഥാനം നിങ്ങളെ ഹയർ ചെയ്ത് ഒരു വേലയ്ക്കാക്കി വെച്ച് ശരിയായിരിക്കും. ആ ലീഡർഷിപ്പിനെ, അവരുടെ അപ്പോയിൻമെൻറ്റ് ലെറ്ററിനെയൊക്കെ ഞാൻ സർവാത്മന വന്ദിക്കുന്നു. പക്ഷെ ഞാൻ താഴ്മയോടെ പറയുന്നു, ഒരു സ്ഥലത്ത് കർത്താവ് ആക്കിയിട്ട് അവിടെ ടേം തികച്ച്, അത് ഞങ്ങളുടെ ഏജിയിലുണ്ട്, 3 കൊല്ലം തികച്ച്, 2 കൊല്ലം തികച്ച് അടുത്ത വണ്ടി പിടിക്കണമെന്നുള്ള വ്യാമോഹം മുളയിലെ നുള്ളിക്കളഞ്ഞിട്ട് ഈ സ്ഥലത്ത് കർത്താവെ ഞാൻ വന്നത് അപ്പോയിൻമെൻ്റ് ഓർഡറിലല്ല, പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറിലല്ല, നേതാവിൻ്റെ വിശേഷ പരിഗണനയിലല്ല. ഈ സ്ഥലത്ത് കർത്താവിനെ കൊണ്ടുവന്നതാ. ഞാൻ പോകും മുമ്പ്, എന്നെ അങ്ങ് മാറ്റും മുമ്പ് ഒരു പ്രവൃത്തി വെളിപ്പെടുകണമെന്ന് പറയാൻ തയ്യാറായാൽ ദൈവം പ്രവർത്തിക്കാൻ പോകുക, കർത്താവ് ഉപയോഗിക്കാൻ പോകുക. ഇതുവരെ കാണാത്തൊരു അഭിഷേകത്തിലേക്ക് ദൈവം നയിക്കാൻ പോകുക. 2024 ആശങ്കയുണ്ട്, ഭീഷണിയുണ്ട്, സങ്കടമുണ്ട്, പട്ടിണിയുണ്ട്, എനിക്കറിയാം. പക്ഷെ ഞാൻ പറയുന്നു, ദൈവശക്തിക്ക് കുറവില്ല. വാഗ്ദത്തങ്ങൾ അവസാനിച്ചിട്ടില്ല, ദൈവപ്രവൃത്തി മങ്ങിയിട്ടില്ല. അവൻ അത് അവകാശമാക്കിക്കോ. ക്ലെയിം യുവർ പ്രോമിസസ് ആൻഡ് ഗ്രാബ് യുവർ ബ്ലെസ്സിങ്സ്. അനുഗ്രഹം പിടിച്ചെടുക്കുക, വാഗ്ദത്തം അവകാശമാക്കുക. പലർക്കു വേണ്ടി ദൈവം അത് ചെയ്യാൻ പോകുക. അത് ചെയ്തേ പറ്റൂ. 2024 ഇതുവരെ കാണാത്ത ദൈവപ്രവൃത്തി, ദൈവസഭയിൽ ഇതുവരെ കാണാത്ത ദൈവപ്രവൃത്തി കാണുമെന്ന് വിശ്വസിക്കുന്ന എല്ലാവരും കരമുയർത്തി ശക്തമായി ദൈവത്തെ സ്തുതിക്കട്ടെ. 2024 ഒരു ദൈവപ്രവൃത്തി വർഷമായി മാറാൻ പോകുക. ചില ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുക. ഭൗതികത്തെക്കുറിച്ച്, ശാരീരികത്തെക്കുറിച്ച്, മാനവികത്തെക്കുറിച്ച്, രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും പറയാൻ എനിക്ക് പറ്റില്ല, എനിക്ക് അറിയില്ല, പറയാൻ പാടില്ല. അതെല്ലാം കൊടും പെശകായിരിക്കും, അതെല്ലാം കനത്ത വെല്ലുവിളിയായിരിക്കും. അവൻ ശോഭനമായ ഭാവി എന്നുള്ള ചുമ്മാ പ്രസ്താവനകൾ വിസ്മരിക്കാം. നമുക്ക് പറയാം, പ്രതിസന്ധി ഉണ്ട്, പോരാട്ടം വർദ്ധിക്കും, എതിർപ്പുകൾ കൂടും, വിലക്കുണ്ടാകും, അറസ്റ്റ് ഉണ്ടാകും. പക്ഷെ മറുവശത്ത് ദൈവകൃപ സമൃദ്ധിയായി വ്യാപരിക്കും, ദൈവശക്തി സമൃദ്ധിയായി വ്യാപരിക്കും. നമ്മുടെ മൺകൂട് ഇതുവരെ അനുഭവിക്കാത്ത പോലെയുള്ള ഒരു ദൈവശക്തി ഇറങ്ങി വരുവാൻ ദൈവസഭ പ്രാർത്ഥിച്ചേൽപ്പിക്കട്ടെ. ഞാൻ പലയിടത്തും പ്രസംഗിച്ചിട്ടുള്ളതും ഇന്ന് നിങ്ങളോട് പറയാൻ ഇച്ഛിക്കുന്നതുമായ വചനം വായിക്കാനല്ല. എഫേസർ 1:18-19 ഭാഗങ്ങളിൽ ഒരു വിശേഷ ഫ്രേസ് ഉണ്ട്. അതിങ്ങനെയാ: വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അത് വായിക്കുമ്പോൾ ഐ ആം എക്സൈറ്റഡ്. എൻ്റെ അകത്തൊരു ചെറിയ പെടപെടപ്പുണ്ട്. പ്രിയരെ, അന്യഭാഷ പറഞ്ഞ് കൈയടിച്ച് പ്രസംഗിച്ച് ഇതിനൊക്കെ ഒക്കെ ഒച്ചപ്പാടും ബഹളവും വെച്ച് ഒക്കെ പോകുന്ന ഏർപ്പാടാണ് നമുക്ക് മൊത്തത്തിലുള്ളതേ. നമ്മൾ പലതും കണ്ടിട്ടില്ല, പലതും അനുഭവിച്ചിട്ടില്ല. മുൻതലമുറ കാണാത്തത്, വരപ്രാപ്തർ കാണാത്തത്, പെന്തക്കോസ് 117 കൊല്ലം കൊണ്ട് അനുഭവിക്കാത്തത്, ദൈവസംഭരണ ഗൃഹത്തിൽ നമുക്ക് വേണ്ടി വെച്ചിട്ടുള്ളത്, അത് തരാൻ എന്നും നിറഞ്ഞ മനസ്സുള്ള കർത്താവ് ചോദിക്കുന്ന, നമുക്ക് തരാൻ ഇഷ്ടപ്പെടുന്ന ആ സംഗതി വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി, പാസ്റ്റർമാർക്ക് വേണ്ടി മാത്രമല്ല, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. എല്ലാവരും സമർപ്പിക്കുന്ന രാത്രി, ഇതുവരെ കാണാത്തത്, ഇതുവരെ അനുഭവിക്കാത്തത്, ഇതുവരെ പ്രസംഗിക്കാത്ത പോലെ പ്രസംഗിക്കാൻ, ഇതുപോലെ സാക്ഷിക്കാത്ത പോലെ സാക്ഷിക്കാൻ, ഇതുവരെ ഓടാത്ത പോലെ ഓടാൻ, ഇതുവരെ കാണാത്ത അത്ഭുത കാഴ്ചകൾ കാണാൻ കണ്ണുകൾ തുറക്കട്ടെ. ആളുകൾ കരഞ്ഞ് ഏൽപ്പിക്കട്ടെ, അത് പിടിച്ച് അവകാശമാക്കട്ടെ, അത് കരഞ്ഞ് മേടിക്കട്ടെ. ആമേൻ. കരയുന്നവനാ ദൈവം കൊടുക്കുന്നത്. ആമേൻ. ഉണർവ് ആരുടെയും ഫാബ്രിക്കേറ്റഡ് ഏർപ്പാടല്ല, ആർക്കും ഉണ്ടാക്കാവുന്ന ഒരു ചരക്കല്ല. യഥാർത്ഥ ബിബ്ലിക്കൽ റിവൈവൽ ദൈവം തരേണ്ടതാണ്. ആമേൻ.
ബിബ്ലിക്കൽ റിവൈവൽ വ്യക്തി കണ്ണീരോടെ കാത്തിരുന്ന് മേടിക്കേണ്ടതാണ്. അതിനുള്ളവരെ കർത്താവിന് ആവശ്യം ഇന്ന് രാത്രി. നോട്ടീസ് അടിച്ച് വാൾപോസ്റ്റ് ഫ്ലെക്സ് ചെയ്ത് അഡ്വർടൈസ്മെന്റ് വെച്ച് ഉപവാസ പ്രാർത്ഥന കൊട്ടിഘോഷിച്ച് ഏർപ്പെടുന്ന കുറേ ജാടക്കാരെ ദൈവത്തിന് വേണ്ട. ക്ഷമിക്കണം നിങ്ങൾ. അനുഭവങ്ങളെ പരസ്യമാക്കി മാറ്റുന്ന ഏർപ്പാടുകാരെ അല്ല ദൈവത്തിന് വേണ്ടിയത്. സഹോദരിമാരെ, അമ്മമാരെ, പെങ്ങന്മാരെ, ബ്രദേഴ്സ്, നിങ്ങളുടെ ജോലി എന്തുമാകട്ടെ, നിന്റെ കൂലി എന്തുമാകട്ടെ, എനിക്കതിപ്പോൾ വിഷയമല്ല. നിന്റെ വീടിൻ്റെ വലിപ്പക്കുറവുകൾ എനിക്ക് വിഷയമല്ല. ആവശ്യഭാരങ്ങൾ എനിക്കറിയാം. താഴ്മയോടെ പറയുന്നു, വമ്പന്മാർക്ക് വേണ്ടി, കൊമ്പന്മാർക്ക് വേണ്ടി, സഭയുടെ മാടമ്പിമാർക്ക് വേണ്ടി കണ്ണു തുറിച്ച് കാത്തിരിക്കാതെ അവർ വരുന്ന മണ്ഡലം ഗൾഫാകട്ടെ, അമേരിക്കയാകട്ടെ, അവരുടെ വീടിൻ്റെ വലിപ്പം എമ്മട്ടിലാകട്ടെ, അവരിടുന്ന സ്തോത്രകാഴ്ചയുടെ കാനം എന്തുമാകട്ടെ, ഐ ഡോണ്ട് കെയർ അറ്റ് ദ മോമെന്റ്. പക്ഷെ താഴ്മയോടെ പറയുന്നു, കർത്താവേ, എൻ്റെ അകത്തൻ്റെ ദേശത്ത്, എൻ്റെ സഭയിൽ അങ്ങയുടെ വരവിന് മുമ്പ് ഒരു വലിയ റിവൈവൽ നൽകണമെന്ന് ആത്മാവിൽ ജാഗരിക്കുന്ന, നോട്ടീസ് അടിക്കാതെ കരയുന്ന, ആരോടും പറയാതെ ഉപവസിക്കുന്ന, കണ്ണീരോടെ ജാഗരിക്കുന്ന വ്യക്തികൾ ആരുമാകട്ടെ, അവരിലൂടെ ദേശത്തോട് പോകാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. സഭകളെ ഉണർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങളൊരു സഭയിൽ അഗ്നിസ്തംഭമായി ഉയരുമ്പോൾ ആ സഭയിൽ ദൈവപ്രവൃത്തി ആരംഭിക്കും. ശത്രു കരിഞ്ഞു പോകും, ദുഷ്ടൻ ഓടിപ്പോകും, അന്യായ ബന്ധനങ്ങൾ തകരും, ശക്കൈന മഹത്വം ഇറങ്ങും, ദൈവ തേജസ് കൊണ്ട് നിങ്ങളെ മറയ്ക്കും, അനുഗ്രഹത്തിന് മേഘം നിങ്ങളുടെ മേൽ വിരിക്കും. ഇതുവരെ കാണാത്ത പ്രവൃത്തി, ഇതുവരെ അനുഭവിക്കാത്ത ശക്തി ഈ തലമുറയിൽ കൈനീട്ടി ഏറ്റെടുക്കാൻ ദൈവം നിങ്ങളെ തുണയ്ക്കാൻ പോകും. ഉണർവ് കർത്താവ് നൽകേണ്ടതാണ്, ഉണർവ് കരഞ്ഞ് വാങ്ങേണ്ടതാണ്. 4 ഈ വചനങ്ങളുടെ 4ാമത്തെ എംഫസിസ് ഞാൻ പറഞ്ഞോളാം. അത് മറ്റൊന്നുമല്ല, ഉണർവ്, റിവൈവൽ എല്ലാ കാലത്തും റിട്ടേൺ, റീഇൻസ്റ്റേറ്റ് എന്ന യാഥാർത്ഥ്യങ്ങളാണ്. മടങ്ങി വരവാണ്, യഥാസ്ഥാനമാണ് എന്നും റിവൈവൽ. കർത്താവിൻ്റെ സഭ അതും ഏറ്റെടുക്കണേ. ആമേൻ. എനിക്കറിയില്ല, പാസ്റ്റർമാർക്ക് പറയാനാവില്ല, ഞങ്ങളുടെ കാര്യം പോലും പരസ്പരം അറിയില്ലല്ലോ. അവനവനറിയാം ഞാൻ ഏത് ദിക്കിലേക്കാണ് മടങ്ങി വരേണ്ടത്. എനിക്കറിയില്ല. ഇപ്പം നമ്മുടെ ഈ സഭ കല്ലുമല ചർച്ച് ഓഫ് ഗോഡ് സമാരംഭ കാലം മുതൽ ഞാനിപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ ഓർക്കുകയാണ്, കല്ലുമല കുഞ്ഞോൻച്ചാനും അറിയാവുന്ന ഉള്ളു എന്നെ അദ്ദേഹത്തിന്. നേരത്തെ അതിൽ കൂടുതൽ വലിയ അടുപ്പം ഉണ്ടാകേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്നെ അറിയാം നിശ്ചയമായിട്ട്. ഒത്തിരി വർഷം മുമ്പ്, 30 കൊല്ലം, മേബി 35 കൊല്ലം മുമ്പ്, പെനിയൽ ബൈബിൾ കോളേജ് എന്ന പെരുമ്പാവൂർ സ്ഥാപനത്തിൽ നിന്ന് അദ്ദേഹം അമ്മാമ്മയും കൂടെ അവിടുത്തെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് കോട്ടയം വഴി ഇങ്ങോട്ട് വന്നപ്പം, അന്ന് ഈ പറഞ്ഞ പോലെ കാറ് പോയിട്ട് സൈക്കിളില്ലാത്ത കാലമാണ് എൻ്റേത്. അപ്പോൾ ആ കാറിലൊന്ന് കയറി കോട്ടയത്ത് ഇറങ്ങുന്ന വലിയ സൗകര്യമല്ലേ. അപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ എന്നാ കയറാമല്ലോ ബ്രദറെ എന്ന് പറഞ്ഞു. ഞാൻ കയറി. എൻ്റെ കൂടെ തൃശ്ശൂർ അപ്പുറമുള്ള ദേവദാസൻ, പേര് ഞാൻ പറയാതിരിക്കാം, അദ്ദേഹം ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. കുറേ പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്, നല്ല പണ്ഡിതനാണ്, എനിക്കറിയാം. അച്ചായനും കയറി, ഉടക്കാൻ കയറി എന്ന് പറയുകയാണ്. ശരി, അദ്ദേഹം കയറിയപ്പം മുതലേ രോഗശാന്തിയുടെ ചോദ്യങ്ങൾ ചോദിച്ച്, അയ്യോ ഞാനോർത്ത് കുഞ്ഞോൻച്ചാനൊക്കെ കടവുളെ ഇദ്ദേഹത്തോട് എങ്ങനെയാണ് ഇതൊക്കെ. അങ്ങ് കോട്ടയത്ത് ഞാൻ ഇറങ്ങി, പുള്ളി പിന്നെ ഇറങ്ങിയിട്ടില്ല, ഒഴിയാബാധയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഇറങ്ങി. അദ്ദേഹം രോഗശാന്തിയെ അപകസിച്ച് വല്ലാതെ നിന്ദിച്ച് ആ ദേവദാസൻ്റെയൊക്കെ നിർബന്ധങ്ങളെ പരിഹസിച്ച് ഒക്കെ പറയുന്നു. എനിക്ക് രോഗശാന്തിയുടെ മരുന്ന് എടുക്കുകയില്ല, അന്ന് എടുക്കാറില്ല, എടുക്കുകയിലും തീരുമാനമൊന്നുമുള്ള ആളല്ലായിരുന്നു. പക്ഷേ അതിനെയുള്ള കടുത്ത വിമർശനം കേട്ട് എനിക്ക് പോലും മഹാപ്രയാസമുണ്ട്, ഭയങ്കര പ്രയാസമായി. ദൈവത്തോട് ഞാൻ പറയുക, പരേതനായ നമ്മുടെ ആ വലിയ ലീഡറിൻ്റെ ഓർമ്മകളിൽ ഇന്ന് രാത്രി ഞാൻ പറയുക, നിങ്ങൾക്ക് ഓർമ്മകൾ എനിക്ക് വളരെ കമ്മിയാണ്. താഴ്മയോടെ പറയുന്നു, രോഗശാന്തി നിർബന്ധക്കാരൻ വിഡ്ഢിയല്ല, ഭോഷനല്ല. പെന്തക്കോസ്ത് ഇന്നിങ്ങനെ ചിന്തയുണ്ട്, പുതിയ തലമുറയ്ക്ക് ആ ചിന്തയുണ്ട്. മരുന്നും വൈദ്യമൊക്കെ എന്തിനാ വിലക്കുന്നത്? ഡോക്ടർമാർ ജീവിക്കേണ്ട വലിയ വലിയ ഫിലോസഫിക്കൽ ചോദ്യങ്ങളാണ്.
മരുന്ന് കമ്പനിക്കാർ രക്ഷപ്പെടേണ്ടതെന്നൊക്കെയാണ്. ഞാൻ ഈ സമൂഹത്തിൽ നിന്ന് താഴ്മയോടെ പറയുന്നു, എനിക്കത് പറ്റിയിട്ടില്ല. താഴ്മയോടെ പറയുന്നു, ഈ തലമുറയിലും കുറ്റിയറ്റുപോയൊരു സംഗതിയാ രോഗശാന്തിക്കാരൻ. എനിക്ക് അവരെ കണ്ടാൽ കൊള്ളാൻ താല്പര്യമുണ്ട്. റിയലി സ്പീക്കിംഗ്, ഇവിടെ ഉണ്ടോ ആരെങ്കിലും? ഐ വിൽ സല്യൂട്ട് യു. ഒരു വയസ്സമുള്ള കുറേ പേര് മരിച്ചുപോയി. പാസ്റ്റർ ആർ തങ്കച്ചൻ, ഫിലിപ്പ് സാറിൻ്റെ അപ്പൻ PP സാമുവലച്ചാൻ, അങ്ങനെ കുറേ പേര് തിരശ്ശീലയ്ക്കപ്പുറത്തേക്ക് കടന്നുപോയി. അവരെ കളിയാക്കിയ കുറേ പേരുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ആത്മാവിലേറ്റു പറയുന്നു, രോഗശാന്തി ദൈവസഭയുടെ അവകാശമാണ്. കരമൂർത്തി എല്ലാവരും സമർപ്പിച്ചാട്ടെ. ആമേൻ. നിങ്ങളുടെ വ്യവസ്ഥിതി എനിക്ക് അറിയത്തില്ല, നിങ്ങളുടെ ചികിത്സാവിധങ്ങൾ എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ സന്തോഷത്തോടെ പറയുന്നു, രോഗശാന്തിക്കായി ഒരു പിതാവോ മാതാവോ ഒരു യുവതിയോ യുവാവോ ഒരു പാസ്റ്ററോ ഭാര്യയോ കൊടുമ്പിടി പിടിച്ചാൽ കളിയാക്കരുത്, നിർബന്ധിക്കരുത്. അവർ നമ്മെക്കാൾ ആത്മാവിൽ ഉഷിരുള്ളവരാണ്, വിശ്വാസമുള്ളവരാണ്, അവർ ധീരന്മാരാണ്. ഇന്ന് രാത്രി സൗഖ്യമാക്കാൻ യേശുവിൻ്റെ വല്ലഭത്വം കുറഞ്ഞു പോയിട്ടില്ല, സൗഖ്യദായ ശക്തി കുറഞ്ഞു പോയിട്ടില്ല, അവന് ക്ഷീണം സംഭവിച്ചിട്ടില്ല. അവന് മനസ്സുണ്ട്, എനിക്ക് മനസ്സുണ്ട് സൗഖ്യമാകാം എന്ന് ഈ രാത്രി യേശു പറയുന്നു. അത് അവകാശമാക്കാൻ അവൻ പഴയ കഥയല്ല രോഗശാന്തി, പഴയ ഉപദേശിയുടെ ജാടയല്ല രോഗശാന്തി. കാശില്ലാത്തതുകൊണ്ട്, വണ്ടിയില്ലാത്തതുകൊണ്ട് ആശുപത്രി പോകാത്തതല്ല ഹീലിംഗ് മിനിസ്ട്രി. രോഗസൗഖ്യം ഇന്നും യാഥാർത്ഥ്യമാണ്, അതിന്നും അവകാശമാക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള എല്ലാവരും കരമൂർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ. രോഗശാന്തി തന്റെ ജനത്തിന് ദൈവം വരുത്താൻ പോകും. ഇഷ്ടപ്പെട്ടാലില്ലെങ്കിൽ എനിക്ക് വിരോധമില്ല പാസ്റ്ററെ. എനിക്ക് ദൂത് പറയുന്ന രാത്രി നിയോഗമുണ്ട്. നഷ്ടപ്പെട്ടതെല്ലാം ദൈവസഭ മടക്കി പിടിക്കട്ടെ. കല്ലുമല ദൈവസഭ രോഗശാന്തി പ്രസംഗിച്ച ഒരു സഭയാണെങ്കിൽ ആ സഭയിൽ രോഗശാന്തി മടങ്ങി വരട്ടെ, സഭയിൽ രോഗശാന്തി മടങ്ങി വരട്ടെ. ദൈവദാസന്മാർ നിങ്ങളുടെ സഭകളിൽ രോഗശാന്തി പ്രസംഗിക്കട്ടെ, രോഗികൾക്കായി പ്രാർത്ഥിക്കട്ടെ, സൗഖ്യം സംഭവിക്കട്ടെ. കരമുയർത്താൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് ഇന്ന് രാത്രി? ആമേൻ, ആമേൻ, ആമേൻ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായതുകൊണ്ട്, അവൻ എന്നേക്കും അനന്യനായതുകൊണ്ട്, അങ്ങേക്ക് നിറഞ്ഞ മനസ്സായതുകൊണ്ട്, ശക്തിക്ക് കുറവ് സംഭവിച്ചില്ല എന്നതുകൊണ്ട്, ഈ രാത്രി യേശു ജീവിക്കുന്നതുകൊണ്ട്, തന്റെ ജനത്തിന്റെ മധ്യത്തിൽ ഇന്ന് രാത്രി യേശു വന്നിട്ടുള്ളത് കൊണ്ട്, ഇവിടെ ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നതുകൊണ്ട്, നഷ്ടപ്പെടുന്നതിനെ തിരികെ പിടിക്ക്. നഷ്ടപ്പെടുന്നത് മടങ്ങി വരട്ടെ, മടങ്ങി വരട്ടെ, മടങ്ങി വരട്ടെ. നഷ്ടപ്പെടുന്നതെല്ലാം മടങ്ങി വരട്ടെ. എൻ്റെ പാവപ്പെട്ട അമ്മ എൻ്റെ 7ാമത്തെ വയസ്സിൽ, അമ്മയുടെ 30ാം വയസ്സിൽ കടന്നുപോയാണ്. അസംസകളുടെ ശുശ്രൂഷകൻ്റെ ഭാര്യ. ഒരു വാടക മുറിക്കകത്ത് ഏജിയുടെ ഒരു വാടക വീട്ടിനകത്താണ് എൻ്റെ ജനനം, എൻ്റെ പെങ്ങളുടെ ജനനം. ഞാൻ അമ്മയെ ഓർക്കുന്നില്ല. 7 വയസ്സുകൊണ്ട് ഓർക്കാമായിരിക്കാം, പക്ഷെ എനിക്ക് ഓർമ്മയില്ല. അമ്മ കടന്നു പോയിട്ട് 60 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എൻ്റെ പ്രായം എല്ലാവർക്കും മനസ്സിലായില്ലേ? ഐ എം സോറി. അപ്പോൾ അമ്മ 60 കൊല്ലമായി മരിച്ചിട്ട്. അമ്മയുടെ ഒരു ശകല ഓർമ്മ പോലും എനിക്കില്ല. അമ്മ വാസം പറഞ്ഞാൽ രോഗശാന്തിയുടെ ഉറപ്പിനേക്കാൾ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ നാടിൻ്റെ പരിമിതിയിൽ ദീർഘമായ യാത്രയും ആശുപത്രിവാസവും കാശും ഒന്നും ഇല്ലാത്തൊരു കാലം. അങ്ങനെ പണം മുടക്കാൻ സാധുവായ എൻ്റെ അപ്പൻ്റെ കയ്യിൽ പൈസ ഇല്ല. നാടൻ ചികിത്സയൊക്കെ നോക്കി ടൈഫോയിഡും ന്യൂമോണിയ എല്ലാം വന്ന് അമ്മ കർത്താവിൻ്റെ സമയത്ത് കരയേറിപ്പോയി. ഞങ്ങൾ 4 പേരെ കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അമ്മ പോയി. മിണ്ടാമേലാതായ അമ്മയുടെ അകത്ത് ദൈവാത്മാവിൻ്റെ ശക്തമായ കത്തലുണ്ടായിരുന്നു, അഗ്നി ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് ഈർക്കിൽ പോലായ കൈകൾക്കകത്ത് ചുറ്റിപ്പിടിച്ചിട്ട് കണ്ണ് നിറച്ച ഓർമ്മ മാത്രം എനിക്കുണ്ട്, മുഖം ഓർക്കുന്നില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ചിന്നമ്മ എന്ന ദൈവദാസി യേശുവിൻ്റെ കരത്തിൽ 1 വയസ്സുകാരൻ അനിയനെയും കൂടെ ഏൽപ്പിച്ചാണ് കടന്നുപോയത്. അതുകൊണ്ട് ഞങ്ങൾക്കാർക്കും ഒരു കുഴപ്പവും സംഭവിച്ചില്ല, ഞങ്ങൾക്കാർക്കും ഒരു നഷ്ടവും സംഭവിച്ചില്ല. ഞങ്ങൾ ലോകത്തിലേക്ക് ഇറങ്ങിയില്ല. അമ്മയുടെ കണ്ണീരിൻ്റെ മറുപടിയായിട്ടാണ് ഇന്ന് രാത്രി ഇവിടെ ഞാൻ നിൽക്കുന്നത്. എൻ്റെ അനിയൻ പാസ്റ്റർ KJ ജെയിംസ് നിൽക്കുന്നത്, എൻ്റെ മൂത്ത പെങ്ങളും അളിയനും അസംബന്ധം കൊണ്ട് വേലക്കാരായി നിൽക്കുന്നത്. കൊച്ചനെയും മരിച്ചുപോയി. ഞാൻ പറഞ്ഞു വന്നത്,
ആമേൻ. നഷ്ടപ്പെട്ടത് ഒന്ന് തിരികെ പിടിക്കാൻ ദൈവദാസന്മാർക്ക് പദ്ധതി ഉണ്ടോ ഇന്ന് രാത്രി? എത്ര പേർ കരയും, കർത്താവേ ഞങ്ങളെ മടക്കി വരുത്തണമേ, ഞങ്ങളെ മടക്കി വരുത്തണമേ. കൊച്ചുനാളിലെ പെന്തക്കോസിൻ്റെ ഓർമ്മകളിലേക്ക് ഞങ്ങളെ മടക്കി വരുത്തണമേ. അന്നത്തെ ആത്മ സന്തോഷത്തിലേക്ക് ഞങ്ങളെ ഒന്ന് കൊണ്ടുവരണമേ. അന്നത്തെ നഷ്ടപ്പെട്ടു പോയി കർത്താവേ, നഷ്ടപ്പെട്ട ആരാധന എനിക്ക് മടക്കി തരണമേ. മറന്നുപോയി അന്യഭാഷ എനിക്ക് മടക്കി. എത്ര പേർ ഇന്ന് രാത്രി സമർപ്പിക്കും? എത്ര പേർ സമർപ്പിക്കും? വിശ്വാസികൾ എത്ര പേർ സമർപ്പിക്കും? കുറെ നാളായി ആദരം തടിച്ച്, നാവ് ഉടക്കി, ശബ്ദം കുടുങ്ങി, അന്യഭാഷ പറയാനാവാതെ വല്ല അമ്മച്ചിമാരും പറയുന്ന അന്യഭാഷയ്ക്ക് താളം പിടിക്കുന്ന കക്ഷികളുണ്ടോ? ഈ രാത്രി ആത്മാവിൽ വിളിച്ചു പറയുന്നു, പോരാ പോരാ പോരാ. പെന്തക്കോസ്തുകാർ എല്ലാവരും ആത്മാവിൽ ദൈവത്തെ ആരാധിക്കണം. എല്ലാ പെന്തക്കോസ്തുകാരും ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചേ പറ്റൂ. അങ്ങനെ പറ്റൂ, അങ്ങനെ പറ്റൂ. പാസ്റ്റർമാർ പറഞ്ഞാൽ നിങ്ങൾ പിണങ്ങുമായിരിക്കും. ഞാൻ പറഞ്ഞേച്ച് പോകുക, അതുകൊണ്ട് അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ പോകുന്നുള്ളൂ. ഓൾറൈറ്റ്, എനിക്ക് പറയാൻ നിയോഗം. മക്കളെ പാട്ട് പാടേണ്ടി വരും നമ്മൾ. ഓക്കെ സാറുകളെ, ഞാനിത് പറയുന്നത് എല്ലാവർക്കും ഒരു വിചാരമുണ്ട്. എം എ തോമസ് പാസ്റ്റർ, പാസ്റ്റർമാരുടെ മക്കൾക്ക് ഈ അഭിഷേകം ഒരു പാക്കേജിൻ്റെ ഭാഗമായിട്ട് കിട്ടുമെന്ന്. ഏതാ പാസ്റ്റർ മകനല്ലേ, പിന്നെ നിശ്ചയമായിട്ട് അഭിഷേകം അത് ഞാൻ പൊളിച്ച് കൈ കൊടുത്തു. ഞാൻ പ്രാപിച്ചില്ല. എൻ്റെ അപ്പൻ കാത്തിരിപ്യോഗം ഇപ്പോൾ ഉണ്ടോ നമ്മുടെ ഇടയിൽ? വളരെ കുറവാണ്. അതൊന്ന് മടക്കി പിടിക്കണം. അടിയന്തരം നമ്മുടെ സഭകൾ അടിയന്തരമായിട്ട് കാത്തിരിപ്യോഗം മടക്കി പിടിച്ചേ മതിയാകുകയുള്ളൂ. ആമേൻ. എൻ്റെ അപ്പൻ്റെ കാത്തിരിപ്യോഗങ്ങളിൽ എൻ്റെ കൂട്ടുകാർ, പിള്ളേർ, സഭയുള്ള മിക്ക ഒരു അഭിഷേകം പ്രാപിച്ചു. ഞാൻ മാത്രം അനങ്ങിയില്ല. വിരോധം കൊണ്ടല്ല, പറ്റിയില്ല. ബൈബിൾ സ്കൂളിൽ പോകാൻ പോവുക. അപ്പോൾ എനിക്കും ഉണ്ടായിരുന്നു, അപ്പനും താല്പര്യം ഉണ്ടായിരുന്നു അഭിഷേകം പ്രാപിച്ചിട്ട് ഈ പുല്ലൂർ പഠിക്കാൻ പറഞ്ഞു. നടന്നില്ല. അപ്പനോടൊക്കെ പറഞ്ഞു, എടാ ചെറുക്കാൻ നാണക്കേടായല്ലോ എനിക്ക്. കാരണം ബാക്കി എല്ലാവരുടെ തല കൈവെക്കുമ്പോൾ അഭിഷേകം. മകന് ആട്ടുകല്ലിന് കാറ്റ് പിടിച്ച് പോലെ ഇരിക്കുക. അപ്പച്ചന് സങ്കടമായി. വേറെ എന്താണെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തേനെ, ഇത് പറ്റിയല്ലോ. അതുകൊണ്ട് എനിക്കൊരു രക്ഷയില്ല. പുല്ലൂർ വന്നപ്പോൾ ഞങ്ങൾ മലബാറികൾ 3 പേരൊഴിച്ച് ബാക്കി എല്ലാവരും അഭിഷേകത്തിൽ ജ്വലിച്ച് നിൽക്കുക. പാട്ടൊക്കെ തുടങ്ങിയ ഒരു പാട്ടിന് 2 സ്റ്റാൻസ, പിന്നെ ആത്മാവിൽ പാടി പള്ളിക്കൂടവും വേണ്ടെന്ന് വെച്ച് പോകുന്ന കാലമാണ്. ഉണർവാണ്. പഴയ കാലം എൻ്റെ ഓർമ്മയിലുണ്ട്. 30 പേരിൽ ഞങ്ങൾ 3 പേരൊഴിച്ച് എല്ലാവരും അഭിഷേകന്മാർ. 1 മാസം 1.5 മാസം പിടിച്ചു നിന്നു. മടുത്തിട്ട് ഉള്ള പെട്ടിയും പൂട്ടി നാണക്കേട് സഹിക്കാൻ മേലാതെ മടങ്ങാൻ തീരുമാനിച്ചു. ഞങ്ങൾ 3 പേര്, CJ സാമുവൽ, PP ജെയിംസ്, KJ മാത്യു. 6:30 തൃശ്ശൂർ ഫാസ്റ്റിന് കയറാൻ വേണ്ടി തീരുമാനിച്ചു. കുഞ്ഞമ്മൻ സാർ കേട്ടുണ്ടോ? ആരെങ്കിലും ദേവദാസന്മാർ? ഞങ്ങളുടെ കുഞ്ഞമ്മൻ സാറ് പ്രിൻസിപ്പളാണെന്ന്. സാറിനെ ഞങ്ങൾക്കെല്ലാം ഭയങ്കര പേടിയാണ്. സാറ് വന്നാൽ എല്ലാം നഷ്ടപ്പെടും. അപ്പോൾ സാർ ഇറങ്ങി വരുന്നതിന് മുമ്പ് വെളുപ്പിനെ ചാടിപ്പോകാൻ വേണ്ടിയാണ് ഞങ്ങളുടെ പരിശ്രമം. പ്രാർത്ഥിച്ചു, ഇച്ചിരി കരഞ്ഞു. പിന്നെ പിള്ളേരല്ലയോ, എനിക്കൊന്ന് 15 വയസ്സ് പ്രായം. ഉറങ്ങി തകർന്നു. പിന്നെ ഞെട്ടി എഴുന്നേറ്റ് ആവശ്യബോധത്തോട് പ്രാർത്ഥിക്കും. പെട്ടി നോക്കും, താഴെ ചാപ്പലിൽ കൊണ്ടുവച്ചിരിക്കുക. എല്ലാ പിള്ളേരും ഉറങ്ങുക. അന്ന് എനിക്കറിയാം ഞാൻ മാത്രം വീട്ടിൽ പോകത്തില്ല. അപ്പം നല്ല അഭിഷേകമാണ്, നല്ല അടിയുമാണ്. അതുകൊണ്ട് ഞാൻ ചെന്നാൽ മിക്കവാറും വീക്ക് മേടിക്കും. ബാക്കി എല്ലാവരും വീട്ടിൽ പോകും. ഞാൻ എങ്ങോട്ട് പോകുന്നത് എനിക്ക് അറിയത്തില്ല. അങ്ങനെ സങ്കടപ്പെട്ടിരുന്ന സമയത്ത് പ്രിയരെ, ആരും എൻ്റെ അഭിഷേകം സ്പെഷ്യലാണ്, നിങ്ങൾ ക്ഷമിക്കണം. എന്നെ മേൽ ആരും കൈവെക്കാതെ, ആരും വട്ടമിരിക്കാതെ, ആരും ഉണർവിൻ്റെ പാട്ടുകൾ പാടാതെ, ആരും ഡ്രമ്മുകൾ അടിക്കാതെ എൻ്റെ കർത്താവ് നേരിട്ട് കൈവച്ച് എന്നെ അഭിഷേകം ചെയ്യും. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അഭിഷേകം പ്രാപിക്കാത്തവരെ, രാത്രി ഞാൻ ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കുക. ആമേൻ. 45 കൊല്ലമായി ഞാൻ ശുശ്രൂഷയിൽ പ്രവേശിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കും ഊഹിക്കാൻ മേലാത്ത കഷ്ടവും നഷ്ടവും പുറത്താക്കലും ഉണ്ടായിട്ടുള്ള ആളാണ് ഞാൻ. എൻ്റെ പ്രസ്ഥാനത്ത് നിന്ന് 8 കൊല്ലം ഔട്ടായിരുന്നു ഞാൻ. എന്നെ പുറത്താക്കിയതല്ല, ഞാൻ സങ്കടപ്പെട്ട് ഇറങ്ങിപ്പോയതാണ്. ഇതെല്ലാവർക്കും സംഭവിക്കുക. അത്ര സങ്കടം സഹിക്കാൻ മേലാതെ എനിക്കെന്ന് എൻ്റെ ലീഡേഴ്സിനോട്. അങ്ങനെ തകർന്ന ഞാൻ, അർത്ഥപട്ടിണിക്കാരനായി ആണ്ടുകൾ ചെലവഴിച്ച ഞാൻ, ഉടുതുണിക്കും മറുതുണി മേടിക്കാൻ കാശില്ലാതെ കഷ്ടപ്പെട്ട ഞാൻ,
എൻ്റെ ഭാര്യ ഇവിടെ ഇരിപ്പുണ്ട്. കുഞ്ഞുങ്ങളെ വളർത്താൻ പങ്കപ്പാടുപെട്ട ഞങ്ങൾ, നല്ല സ്കൂളിൽ വിടാൻ കാശില്ലാഞ്ഞ ഞങ്ങൾ ഇന്ന് രാത്രി സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു, ദൈവത്തോട് കർത്താവേ, ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടാലും ഒന്നുമില്ലെങ്കിലും അങ്ങ് കരുണയോടെ എന്നെ മേൽ പകർന്ന അഭിഷേകത്തെ എടുക്കരുതേ, എടുക്കരുതേ, എടുക്കരുതേ എന്ന് ഞാൻ കണ്ണീരോടെ അന്നും പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രിയും പ്രാർത്ഥിക്കുന്നു. എൻ്റെ അഭിഷേകം എനിക്ക് നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല. അതാ എൻ്റെ കരുത്ത്, അതാ എൻ്റെ ബലം, അതാ എൻ്റെ നിറവ്, അതാ എൻ്റെ ആരോഗ്യം, അതാ എൻ്റെ ശക്തി. അഭിഷേകമില്ലാതെ ഒരു നിമിഷം എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റില്ല. ദൈവസഭയെ, കല്ലുമല ചർച്ചകളിലെ സഹോദരങ്ങളെ, വിശ്വാസികളെ, നിങ്ങളുടെ പ്രായം എന്തായിരുന്നാലും പെന്തക്കോസ്ത് വന്നിട്ട് കുറെ വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും, നോ പ്രോബ്ലം. ക്ഷീണം 70 വയസ്സ് 75 വയസ്സ് സാരയില്ലെന്ന് ഈ രാത്രി ഞാൻ പറയുന്നു. ഏതു പ്രായത്തിലും കർത്താവ് നിങ്ങളെ നിറയ്ക്കും. ആമേൻ. നിങ്ങളുടെ അകത്ത് അന്തർദാഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ കണ്ണിൽ കണ്ണീരുണ്ടെങ്കിൽ, ഉള്ളത്തിൽ തകർച്ചയുണ്ടെങ്കിൽ, ആത്മാവിൽ അഭിനിവേശമുണ്ടെങ്കിൽ, കർത്താവെ, വല്ലവർക്കും വേണ്ടി കൈയടിക്കാനും വല്ലവർക്കും വേണ്ടി തമ്പരടിക്കാനുമല്ല കർത്താവെ എന്നെ വിളിച്ചത്. ഈ സഭയിൽ കുറെ കൊല്ലമായി ഒരൊറ്റ ഇരിപ്പിരിക്കുക. ഞാൻ കടന്നു പോകുന്നതിന് മുൻപ് ഒരു പെന്തക്കോസ്തുകാരനായിട്ട് എന്നെ അയക്കണമേ എന്ന് കുറെ പേർ കൈ ഉയർത്തി ഇന്ന് രാത്രി സമർപ്പിക്കട്ടെ, 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 സമർപ്പിക്കട്ടെ. വല്ലവരും മറുഭാഷ പറഞ്ഞാൽ പോരാ. പിതാവേ, സഹോദര, ആത്മദാഹത്തോടെ പ്രാർത്ഥിക്കേ. ദൈവം നിങ്ങളെ നിറയ്ക്കാൻ പോകുക. ആത്മ നിറവ് നിന്റെ ക്ഷീണങ്ങളെ മാറ്റാൻ പോകുക, നിന്റെ രോഗങ്ങളെ മാറ്റാൻ പോകുക, നിന്റെ ആസ്മയെ മാറ്റാൻ പോകുക, നിന്റെ തകർച്ചകളെ മാറ്റാൻ പോകുക, നിന്റെ ക്രോണിക് ഡിസീസ് അതിനെ കർത്താവ് മാറ്റാൻ പോകുക. അഭിഷേകത്തിൽ ജ്വലിക്കട്ടെ, അഭിഷേകത്തിൽ ജ്വലിക്കട്ടെ, ആത്മാവിൽ നിറയട്ടെ. ഒന്ന് മടങ്ങി വരട്ടെ, ഒന്ന് മടങ്ങി വരട്ടെ. ദൈവ സഭകൾ ദൈവത്തിന് അഗ്നി കത്തട്ടെ. എല്ലാവർക്കും എഴുന്നേൽക്കാം. ഷാൽ വി ഓൾ സ്റ്റാൻഡ് ടു അവർ ഫീറ്റ് പ്ലീസ്? എല്ലാവരും സമർപ്പണത്തോടെ ഈ പാട്ട്, മക്കളെ, എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട്, ചേർന്ന് പാടാവുന്നൊരു പാട്ട് പാടിയാട്ട് നാം ഈ പാട്ട് പാടി ആരാധിക്കുമ്പോൾ എല്ലാവരും സമർപ്പിക്കുക. ഞാനൊരു പ്രവാചകനല്ല, ഒരു കാത്തിരിപ്പിയോക്കാരനല്ല, പക്ഷെ ഞാൻ വിശ്വസിച്ചിട്ട് പറയുന്നു, കർത്താവേ, ഇന്ന് രാത്രിയും എന്നെ നിറയ്ക്കണമെന്ന് വാഞ്ചയുള്ള പ്രിയപ്പെട്ടവർ ദൈവഭാഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ഈ ആരാധന മറ്റും നിങ്ങൾ നിറയ്ക്കുവാൻ ദൈവത്തിന് കഴിയും. കർത്താവിന് സ്ഥലം വിഷയമല്ല, ആൾക്കൂട്ടം വിഷയമല്ല. അത് വീടാകട്ടെ, പണിസ്ഥലമാകട്ടെ, അടുക്കളയാകട്ടെ, അകത്തളമാകട്ടെ, എവിടെ വെച്ച് നിറയ്ക്കാൻ ദൈവത്തിന് കഴിയും. ഓ, പെന്തക്കോസ്ത് സഭക്കാരൻ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ പറ്റും. മെമ്പർഷിപ്പ് പോരാ, സ്ഥാനം പോരാ, അഡ്മിനിസ്ട്രേഷൻ പോരാ. എല്ലാവരും ആത്മാവിൽ ദൈവത്തെ ആരാധിക്കണം. നഷ്ടപ്പെടുന്നതിനെ മടക്കി പിടിക്കട്ടെ. വീണെടുത്തുനിന്ന് തിരിച്ചറിഞ്ഞ് ഒന്ന് മടങ്ങി വരട്ടെ. ഇന്ന് രാത്രി അത് നിങ്ങൾക്കറിയാം, എനിക്കറിയില്ല, നിങ്ങൾക്കറിയാം. ദൈവാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ രാത്രി എവിടെയാ പരാജയം, എവിടെ വീഴ്ചയുണ്ട്, അവിടെ മടങ്ങി വരാൻ സമർപ്പിക്കുക. ദൈവം ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോകുക.